ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു അപൂർവ സംഭവമാണ് ഒഡേസയുടെ പിറവി എന്നത്. അതിൽ പ്രവർത്തിച്ചിട്ടുള്ള പല നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, അമ്മയെ അറിയാൻ എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിന് മുമ്പോ പിമ്പോ സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനമാണ് ഒഡേസ എന്നത്. പക്ഷെ ഒരിക്കലും ഈ ഒഡേസയുടെ ചരിത്രം ഔപചാരികമായ തലത്തിൽ രേഖപ്പെടുത്തുവാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴും നമ്മൾ ഒരുപക്ഷെ അതിന് നിയതമായ ഒരു രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു കൂടിച്ചേരൽ ഒഡേസയെ എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നതിനെ ഇവിടെ കൂടിയിട്ടുള്ളവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉളവാക്കാനെങ്കിലും സഹായിക്കും എന്നാണ് കരുതുന്നത്. കാരണം മറ്റ് ഒരുവിധ ലക്ഷ്യങ്ങളുമില്ലാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാഭേച്ഛകളില്ലാതെ ഒരു മഹാസമുദ്രത്തിലേക്ക് വന്നു ചേരുന്ന തുള്ളികളെ പോലെ വന്ന് ചേർന്നവരാണ് ഒഡേസയുടെ പ്രവർത്തനവുമായി സഹകരിച്ചിട്ടുള്ള മിക്കവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായ ഈ പ്രസ്ഥാനം, അതിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, കേരളത്തിന്റെ മുക്കിനും മൂലയിലും മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും 16 പ്രൊജക്ടറും ചുമന്ന് സിനിമ പ്രിന്റുകളുമായിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സഞ്ചരിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ എവിടെയാണ്, ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് കൃത്യമായ ഒരു രേഖപ്പെടുത്തലുകളില്ല. ഒരുപക്ഷെ ഈ ഒരു കൂട്ടായ്മ, അമ്മയെ അറിയാൻ കളക്റ്റീവ് എന്ന ഈ ഒരു ചെറിയ കൂട്ടായ്മയുടെ പേരിൽ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒത്തുകൂടൽ തീർച്ചയായിട്ടും നമ്മൾ എക്കാലത്തും ഓർമ്മിക്കുന്ന ഒന്നായിട്ട് മാറണം. ഇവിടെ കൂടിയിട്ടുള്ള ചലച്ചിത്ര മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തികളുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഈ പറഞ്ഞ സംഗതിക്കൊരു ക്രിയാത്മകമായ നിർദ്ദേശം ഉരുവാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ മുൻപോട്ട് വയ്ക്കുകയാണ്. മുമ്പ് സ്കറിയ മാത്യുവുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെയും അതുപോലെ ബിജുവുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ ഒഡേസയുടെ ചരിത്രം നമ്മൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിങ്ങനെ പുഴയിൽ ഒഴുകി വരുന്ന വെള്ളത്തുള്ളികളെ പോലെ എവിടേക്കോ വരുന്നു, എവിടെ നിന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു എന്ന മട്ടിൽ അവസാനിക്കേണ്ട ഒന്നല്ല. അതിലുപരി നമ്മൾ ഇത് ഒന്ന് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യതയാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുകൂടി ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു അഭിപ്രായം രൂപപ്പെടുവാൻ ഇടയാകുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന ഒരു നിർദ്ദേശം ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും എന്ന് കരുതുകയാണ്. എന്തായാലും ഈ ഒരു കൂട്ടായ്മ ഇത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു ചട്ടക്കൂടായിരുന്നു ഒഡേസയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെ ഒന്ന് അടയാളപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആണ് പലരും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ വന്നു കൂടിയിട്ടുള്ളത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഇതിൻ്റെ തലപ്പത്ത് പ്രവർത്തിച്ചിട്ടുള്ള അമ്മദിനെ പോലുള്ള വ്യക്തികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മ ഒരു ചരിത്രമാക്കി മാറ്റുന്നതിന് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി സ്കറിയ മാത്യുവിനെ ക്ഷണിക്കുകയാണ്. ഞാൻ കടക്കുന്നില്ല. നമ്മുടെ അതിഥികളായി ഇവിടെ എത്തേണ്ട പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. KG ശങ്കരപ്പിള്ള സാറ് കോവിഡിന് ശേഷമുള്ള ശാരീരിക പ്രതിസന്ധി മൂലം പുള്ളിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാദമി സെക്രട്ടറി മോഹനൻ മാഷാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പോയിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിനും വരാൻ കഴിഞ്ഞിട്ടില്ല. CS വെങ്കടേശ്വരന് ചെറിയ പനി ലക്ഷണങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ വരുന്നത് അത്ര നന്നായിരിക്കില്ല എന്നൊരു നിലപാട് വെച്ചുകൊണ്ട് പുള്ളിയും എത്തിയിട്ടില്ല. അങ്ങനെ ഇവിടെ നടക്കുന്ന പരിപാടി 2 പരിപാടികളാണ് പ്രധാനമായിട്ടും. ഒന്ന് ജോൺ അനുസ്മരണവും അതിനോടനുബന്ധിച്ച് ശോഭീന്ദ്രൻ മാഷിൻ്റെ പുസ്തക പ്രകാശനവുമാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെയുള്ളത് പണ്ട് ഒഡേസയുടെ പ്രൊജക്ടറുമായി ഗ്രാമാന്തരങ്ങളിൽ സിനിമ കാണിക്കാൻ പോയിരുന്നവരെ അടയാളപ്പെടുത്തുക. അത് വ്യക്തികളെ അടയാളപ്പെടുത്തലല്ല, ആ ഒരു കാലത്തെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഇതിനോടനുബന്ധിച്ച് വെച്ചിട്ടുള്ളത്. ഇന്ന് പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കഷ്ടപ്പാടും സഹിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പോലും വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന അതുപോലും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദ് സിനിമാ സംവിധായകനായിട്ടുള്ള അദ്ദേഹം സിനിമാ സംവിധായകൻ എന്നുള്ളത് മാത്രമല്ല ജോൺ അബ്രഹാം അവാർഡ് ഏറ്റവും ആദ്യത്തെ അവാർഡ് വാങ്ങിയിട്ടുള്ളതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അമ്മേരിയൻ കളക്റ്റീവിൻ്റെയും എൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുക. പിന്നെ ഇവിടെ പുസ്തകം എഴുതിയിട്ടുള്ളത് ശോഭീന്ദ്രൻ മാഷാണ്. ശോഭീന്ദ്രൻ മാഷയുടെ പുസ്തകം, ആ പുസ്തകവുമായി മാഷിക്കോട് വരാനും ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുവാനും തയ്യാറായി വന്ന മാഷിനെ പിന്നീട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ പുസ്തകം എഴുതിയിട്ടുള്ള ദീപേഷ് കരിമ്പുങ്കര, പുസ്തകം പരിചയപ്പെടുത്തുന്ന ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, പിന്നെ നമ്മുടെ ഈ വർഷത്തെ സിനിമ സംഗീത ഗാനരചന അവാർഡ് നേടിയ നമ്മുടെ സുഹൃത്തായ നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമൊക്കെയായ ശ്രീ അൻവർ അലി, ഗോപിനാഥൻ മാഷ്, K. ഗോപി മാഷ്, ബെന്നിയിൽ ബെനഡിക്റ്റ് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുള്ളി യാത്രയിലാണ്. സൈനുൽ ഹുക്മാൻ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിനും. ചെറിയാൻ ജോസഫ് ഇവിടെ ഉണ്ട്, പുള്ളി വേദിയിലാണ്, ഡയസിലാണ് ഇരിക്കുന്നത്. പ്രകാശ് മേനോൻ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിനും KL ജോസ്, PK കിട്ടൻ, ശിവശങ്കരൻ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അമേരിയൻ കളക്റ്റീവിൻ്റെയും വ്യക്തിപരമായ എൻ്റെയും പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ PT കുഞ്ഞുമുഹമ്മദ് സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഒഡേസയുടെ ജീവനാഡിയായിരിക്കുന്ന, അതുപോലെ
ജനകീയ സിനിമാ പ്രവർത്തനങ്ങളുടെ നെടുനായകത്വം വഹിച്ച ശ്രീ അഹമ്മദിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു മൊമൻറ്റോ നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ മാഷ. അദ്ദേഹത്തെ ഇവിടെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, അമ്മദിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു മൊമെൻ്റോ ആകുന്നതിൽ എനിക്ക് വളരെ വളരെയധികം സന്തോഷം. അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ സാർത്ഥകമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ 70കളിൽ നിങ്ങൾക്കല്ല 70കളിൽ ജീവിച്ചവർ പറയണ്ടാവും. ആ ഒരു ക്ഷുഭിത യൗവന കാലത്താണ് ഞങ്ങളൊക്കെ ഒന്നിച്ച് കോളേജിൽ പഠിക്കുന്നത്. അഹമ്മദ് ജോൺ എബ്രഹാമിനെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, അയാൾ MSc മാത്തമാറ്റിക്സിനാണ് പഠിച്ചിരുന്നത്. ഒരിക്കലും ക്ലാസ്സിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പരീക്ഷയ്ക്ക് അവന് എപ്പോഴും ഒരു ഹൈ മാർക്ക് അവൻ വാങ്ങാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കണം. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ രീതി. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ അഹമ്മദിനെ എപ്പോഴും പണി ആലോചിക്കുക, ചിന്തിക്കുന്നിട്ട് ഇങ്ങനെ അവൻ കുറേ വേണ്ടാത്തതും പറയും. ഞാൻ വേണമെങ്കിൽ അവനോട് പറയരുത്, എന്നാൽ ഞാനൊരു തമാശ പറഞ്ഞു, അല്ലെങ്കിൽ സത്യം പറഞ്ഞില്ല. അവന് അന്ന് പറഞ്ഞതാണ്, തമാശയാണ്, ഞാൻ നല്ലോണം പൈസ ഉള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കും, എന്നിട്ട് അവളെ ഞാൻ ഭ്രാന്താക്കും, എന്നിട്ട് ആ പൈസ മുഴുവൻ തട്ടിയെടുത്തിട്ട് നമ്മൾ വെറുതെ പറഞ്ഞാണ്, ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു അഹമ്മദായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് ഡിഗ്രി ഇത് കഴിഞ്ഞു, ഞാൻ B.Ed കഴിഞ്ഞു. ഞാനിങ്ങോട്ട് പോയി, അവന് വേറെ പോയി. അവൻ ആദ്യം പോയത് മിലിറ്ററിയിലാണ്, മിലിറ്ററി എഡ്യൂക്കേഷൻ കോറിൽ പോയി. 2 കൊല്ലം കൊണ്ട് അഹമ്മദ് എന്തൊക്കെ പരിപാടികൾ ചെയ്തിട്ട് ഫുൾ പെൻഷനോട് കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഫുൾ പെൻഷനോട് കൂടി ഇന്ത്യൻ മിലിറ്ററിയിൽ 2 കൊല്ലം ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് ഇപ്പം അഹമ്മദ് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, എന്നോട് കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. എന്തോ ഇതേപോലുള്ള പരിപാടി നടത്തിയിട്ടാണ് അഹമ്മദ് ആ കാര്യം ഒപ്പിച്ചിരിക്കുന്നത്. അഹമ്മദിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അഹമ്മദ് എന്തോ ഒരു ഹെൽത്ത് പ്രോബ്ലം പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരാളാണ് അഹമ്മദ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എനിക്ക് ജോൺ എബ്രഹാമിനെ പറ്റിയിട്ടും തോന്നിയിട്ടുള്ളത്. ജോൺ എബ്രഹാം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലെ നിർമ്മലനായ ഒരു മനുഷ്യൻ, ഒരിക്കലും അനീതിയെ ഒരു രീതിയിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായിട്ട് ഈ മദ്യാസക്തിയിലേക്കും ഇതിലൊക്കെ പോയതും എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉന്നത നിലവാരത്തിലുള്ള 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് അഹമ്മദും
മറ്റൊന്ന് ജോൺ എബ്രഹാം. ജോൺ എബ്രഹാം അമ്മദിപ്പോൾ പോയിട്ടില്ല, അമ്മദും ഉണ്ട്. എന്തായാലും ജോൺ എബ്രഹാം പോയത് നമുക്കെല്ലാവർക്കും ഒരു നഷ്ടം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിലും അമ്മദിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു മൊമെൻ്റോ സ്വീകരിക്കാൻ എന്നെ അനുവദിച്ചതിലും എന്നെ സെലക്ട് ചെയ്തതിലും വളരെയധികം നന്ദി. ജയിലും ജയിച്ചു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്തിന് മധ്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്ന് എഴുതിയത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഊഞ്ഞാലിൽ എന്ന കവിതയുടെ ഫലശ്രുതിയായി എഴുതിയ ആ വരികൾ അതിൻ്റെ എല്ലാ അർത്ഥത്തികവോടെയും എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. മലയാളത്തിലെ വാണിജ്യ സിനിമകളുടെ പൊതുധാരയിൽ നിന്ന് മാറി സിനിമയുടെ സാംസ്കാരികമായ ആഴങ്ങൾ തേടി യാത്ര ചെയ്ത മലയാള സിനിമയുടെ ബദൽ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി തീർന്ന ഒഡേസയുടെ ഈ ആദര സമർപ്പണ വേദിയിൽ നിൽക്കുമ്പോൾ അതിലേക്ക് നയിച്ച ഒരു വലിയ ചരിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ദീപേഷ് മാഷ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന സന്ദർഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ശോഭീന്ദ്രൻ മാഷ് എഴുതിയ ഈ പുസ്തകം പരിചയപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ഈ പുസ്തകവും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ഉപരിപ്ലവമായ ധാരണകൾ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ പ്രിയ സുഹൃത്താണ് ദീപേഷ് മാഷ്. ഞാൻ പഠിപ്പിക്കുന്ന ഗുരുവായൂരപ്പൻ കോളേജിലെ പൂർവാധ്യാപകനാണ് ശോഭീന്ദ്രൻ മാഷ്. അതിനപ്പുറം ഈ പുസ്തകവുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നെനിക്ക് ആദ്യം നിശ്ചയമില്ലായിരുന്നു. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചപ്പോൾ ജോൺ എബ്രഹാം കുട്ടനാട്ടിൽ ജീവിച്ച് പിന്നീട് ലോകത്തേക്ക് പടർന്ന വ്യക്തിത്വമാണെങ്കിൽ കുട്ടനാട്ടുകാരനായി പിറന്ന ഒരാളാണ് ഞാൻ എന്ന് മാത്രമല്ല, ജോൺ പഠിച്ച തിരുവല്ല മർത്തോമ കോളേജിൽ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ജോൺ പഠിച്ച CMS കോളേജിൽ പഠിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പല നിലകളിൽ യാദൃശ്ചികത എന്നോ ആകസ്മികതയെന്നോ വിശേഷിപ്പിക്കാവുന്ന ചില ഘടകങ്ങൾ ഈ പുസ്തകവുമായി എനിക്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ്. വാസ്തവത്തിൽ ശോഭീന്ദ്രൻ മാഷ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപകനെ ഓർക്കുമ്പോൾ കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ പ്രഭാവപൂർണമായ ചരിത്രം തീർച്ചയായിട്ടും വിസ്മരിക്കാൻ സാധ്യമല്ല. 1877 അന്ന് ബ്രിട്ടീഷ് ഭരണം നിലനിന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമായിരുന്ന കോഴിക്കോട്, ആ കോഴിക്കോട് രാജവംശത്തിൻ്റെ അധികാരിയായിരുന്ന കോഴിക്കോട് സാമൂതിരി രാജാവാണ് ഗുരുവായൂരപ്പൻ കോളേജ് സ്ഥാപിക്കുന്നത്. 1877 കോവിലകത്തെ സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാക്കുക, ആധുനിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മലബാറിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു മഹാസ്ഥാപനം ആദ്യം മദ്രാസ് സർവകലാശാലയുടെ ഭാഗമാവുകയും
പിന്നീട് തിരുവിതാംകൂർ സർവകലാശാലയുടെയും കാലക്രമത്തിൽ കേരള സർവകലാശാലയുടെയും കോഴിക്കോട് സർവകലാശാലയുടെയും ഒക്കെ നിയന്ത്രണത്തിൽ വളർന്ന് വികസിച്ച് മതേതരമായ വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ച് വളർന്ന് പന്തലിച്ച മഹത്തായ സ്ഥാപനം, മഹാകവി അക്കിത്തം പഠിച്ച കോളേജ്, മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായ എസ്.കെ. പൊറ്റക്കാട് വളർന്ന ക്യാമ്പസ്, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച അതിപ്രശസ്തരായ ഒട്ടേറെ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രഭാവപൂർണമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ക്യാമ്പസ്. അക്കൂട്ടത്തിൽ മലബാറിൻ്റെ നായാട്ടിൻ്റെ ചരിത്രം എഴുതിയ, ഒരുപക്ഷെ മലയാളി വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാതെ പോയ എം പി ശിവദാസ മേനോൻ, മലബാറിലെ ശിക്കാർ എന്ന പുസ്തകം എഴുതിയ, ക്ലാസിക് ഗ്രന്ഥം എഴുതിയ എം പി ശിവദാസ മേനോൻ, ദക്ഷിണേന്ത്യയുടെ ചരിത്ര സങ്കല്പങ്ങളെ ആകെ തിരുത്തി കുറിച്ച MGS നാരായണൻ, തീക്കടൽ കടഞ്ഞ് തിരുമധുരം മലയാളത്തിന് സമ്മാനിച്ച C. രാധാകൃഷ്ണൻ, അങ്ങനെ എണ്ണമറ്റ പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു വലിയ നിര ഗുരുവായൂരപ്പൻ കോളേജിന് സ്വന്തമായി. VK കൃഷ്ണമേനോൻ അടക്കം, CH മുഹമ്മദ് കോയ അടക്കം കേരളത്തിൻ്റെ ധൈഷണിക ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും സാംസ്കാരിക ചരിത്രത്തിലുമൊക്കെ മായാത്ത മുദ്രകൾ പതിപ്പിച്ച വലിയ മനുഷ്യർ ജീവിച്ചിരുന്നൊരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൻ്റെ ഖ്യാതി, ആ ക്യാമ്പസിൻ്റെ യശസ്, ആ ക്യാമ്പസിൻ്റെ സജീവത, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഏറ്റുവാങ്ങിയ ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ശോഭീന്ദ്രൻ മാഷിനെ നോക്കിക്കാണുന്നത്. മാഷാണ് ഗുരുവായൂരപ്പൻ കോളേജിനെ ഇന്ന് കാണുന്ന ഹരിതാഭമായൊരു ക്യാമ്പസാക്കി മാറ്റി തീർത്തത്. വന്നിട്ടുള്ളവർക്കറിയാം, നിറയെ ശില്പങ്ങളുള്ള, പ്രതിമകളുള്ള, ബുദ്ധൻ്റെ സജീവ സാന്നിധ്യമുള്ള, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്തായ പ്രതീകമെന്ന നിലയിൽ ഒരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പുസ്തകം വായിക്കുന്ന ഒരു പെൺകുട്ടിയെ ശില്പരൂപത്തിൽ ആവിഷ്കരിച്ച ഒരു പ്രബുദ്ധമായ ക്യാമ്പസ് എന്ന നിലയിൽ ഒക്കെ ഗുരുവായൂരപ്പൻ കോളേജിനെ വികസിപ്പിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിച്ച ആള് ശോഭീന്ദ്രൻ മാഷാണ്. പുതിയ തലമുറ എത്രമാത്രം മാഷിൻ്റെ സർഗാത്മകമായ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് താൻ. മാഷ് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് 2002-ലാണ്. പക്ഷേ ഇപ്പോഴും ശോഭീന്ദ്രൻ മാഷ് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ആലോചനകളിൽ ഗുരുവായൂരപ്പൻ കോളേജ് ഏതെങ്കിലും വിധത്തിൽ സർഗാത്മകമായി ഉണരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശക്ത സാന്നിധ്യമായിട്ട് നിലകൊള്ളുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു അധ്യാപകൻ ഒരു ക്യാമ്പസിന് നൽകേണ്ടത് അത്തരത്തിലുള്ള ഒരു സർഗാത്മകതയാണ്. വിരമിച്ചാലും തീരാത്ത സർഗാത്മക സാന്നിധ്യമായിട്ട് ഒരു അധ്യാപകന് തുടരാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ അർത്ഥത്തിൽ സാമ്പ്രദായികമായ അധ്യാപന രീതിയിൽ നിന്ന് വഴുതി മാറി വിദ്യാർത്ഥികൾക്ക് അച്ചടക്കത്തിൻ്റെ വഴി മാത്രം കാണിച്ചു കൊടുക്കുന്ന നിലപാടിൽ നിന്ന് അങ്ങേയറ്റം വ്യത്യസ്തമായി, ഒരുപക്ഷെ അതിൻ്റെ എതിർധ്രുവത്തിൽ നിലനിന്നുകൊണ്ട് ക്യാമ്പസ് സർഗാത്മകമായ ഒരു സാന്നിധ്യമാവണം, മാനുഷിക ബന്ധങ്ങളുടെ അല്ലെങ്കിൽ പാരസ്പര്യത്തിൻ്റെ തണലായി ഒരു ക്യാമ്പസ് എങ്ങനെ പരിവർത്തനപ്പെടണം എന്ന് ചിന്തിച്ച ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ശോഭീന്ദ്രൻ മാഷ്. ആ മാഷിൻ്റെ ഒരു പുസ്തകം എന്ന നിലയിൽ, മാഷിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധിയായ ഓർമ്മകളുടെ ഒരു സമാഹാരം എന്ന നിലയിൽ ഞാൻ ഈ പുസ്തകത്തെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് പവിത്രമായ ഒരു പ്രകാശം ഉള്ളിൽ സ്വാംശീകരിക്കുന്ന, വിവേക ബുദ്ധിയോടുകൂടി ലോകത്തെ നോക്കിക്കാണുന്ന, അതേസമയം തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാരിസ്ഥിതിക വിവേകത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഹരിതാഭമായ ഒരു മനസ്സ് ഈ കാലത്തും കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. വാസ്തവത്തിൽ ഇത് ശോഭീന്ദ്രൻ മാഷിന്റെ മാത്രം വ്യക്തിനിഷ്ഠമായ ഓർമ്മയായി പരിമിതപ്പെടുന്നില്ല എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രാധാന്യം. മാഷ് തൻ്റെ ഓർമ്മകളെ സമർത്ഥമായിട്ട് ആഘോഷിച്ചുകൊണ്ട് തന്നെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും മികച്ച ഫലമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചു നോക്കുമ്പോൾ
അവിടെ മാഷിനേക്കാൾ തെളിമയോടെ പ്രത്യക്ഷപ്പെടുന്നത് മാഷിന്റെ ആത്മസുഹൃത്തായ ജോൺ എബ്രഹാമാണ് എന്നതാണ് സത്യം. എന്ന് മാത്രമല്ല, മലയാളി പൊതുവെ പരിചരിച്ചു വന്നിട്ടുള്ള ജോൺ എബ്രഹാം എന്ന വിഗ്രഹ സങ്കല്പത്തെ മാറ്റി എഴുതുന്ന പുസ്തകം കൂടിയാണിത്. ജോണിനെ കുറിച്ച് നമുക്ക് മലയാളിക്ക് വളരെ ആഴത്തിൽ വേരൂന്നിയ ചില സങ്കല്പനങ്ങളുണ്ട്. മദ്യപാനിയായ, അരാജകവാദിയായ, ധൂർത്തപ്രതിഭയായ ഒരു ജോൺ എബ്രഹാം, മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കുന്ന ജോൺ എബ്രഹാം. അങ്ങനെ ജോണിനെ കുറിച്ച് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ, ജോണിനെ തന്നെ മിത്താക്കി മാറ്റിക്കൊണ്ട് ജോണിനെ തന്നെ ഒരു വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠിക്കുന്ന പരമ്പരാഗതമായ ഒരു സങ്കല്പം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഗ്രഹവൽക്കരണ ശ്രമങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷ്ഠാപനമല്ല തൻ്റെ ഓർമ്മകളിലൂടെ നിർവഹിക്കേണ്ടത് എന്ന ബോധ്യത്തോടുകൂടി ജോണിലെ പച്ച മനുഷ്യനെ, ജോണിലെ പ്രകൃതി സ്നേഹിയെ, ജോണിലെ സുഹൃത്തിനെ, ജോണിലെ ദാർശനികനെ, ജോണിലെ തത്വചിന്തകനെ, ജോണിലെ സഹാനുഭൂതിയുടെ പരമോദാരമായ പ്രതീകങ്ങളെ ഒക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പുസ്തകമാണിത്. ഇവിടെ നമ്മൾ ജോൺ എന്ന ചലച്ചിത്രകാരനെ മാത്രമല്ല കണ്ടുമുട്ടുന്നത്, മറിച്ച് ജനകീയ സിനിമയ്ക്ക് വേണ്ടി ദാഹിച്ച, വാണിജ്യ സിനിമയുടെ യുക്തികളോട് നിരന്തരമായി കലഹിച്ച, അതേസമയം തന്നെ വിളഞ്ഞ നർമ്മത്തോടുകൂടി ചരിത്രത്തെയും ജീവിതത്തെയും നോക്കിക്കണ്ട ഒരു ജോൺ എബ്രഹാമാണ് ഈ പുസ്തകത്തിലൂടെ തെളിയുന്നത്. അതുകൊണ്ട് ആത്മസുഹൃത്തിനൊപ്പം സഞ്ചരിച്ച ഓർമ്മകളുടെ മുദ്രകളായി പുസ്തകം മാറുകയാണ്. വാസ്തവത്തിൽ ഇതിൽ ജോൺ എബ്രഹാമും മാഷും മാത്രമല്ല കഥാപാത്രമായിട്ടുള്ളത്. കൂടെ അവർക്ക് ഒപ്പം സഞ്ചരിച്ച യാന്ത്രികമായ സങ്കല്പനങ്ങളെ മുഴുവൻ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് സജീവ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കഥാപാത്രമായി വളർന്നു വികസിക്കുന്ന രാജ്ദൂത് മോട്ടോർ സൈക്കിൾ, അതോടൊപ്പം തന്നെ ഭൂതകാലം വലിയൊരു കഥാപാത്രമായി ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജോണിനൊപ്പം സഞ്ചരിച്ച ഓർമ്മകൾ എത്ര സമർത്ഥമായിട്ടാണ് മാഷ് ആവിഷ്കരിക്കുന്നതെന്ന് അത്ഭുതത്തോടെയാണ് ഞാൻ വായിച്ചു തീർത്തത്. വാസ്തവത്തിൽ ഇത്രമേൽ വായനാക്ഷമതയുള്ള, ഓർമ്മകളുടെ അനുഭവങ്ങളെ എത്രമേൽ സുതാര്യമായി രേഖപ്പെടുത്താം, പ്രകാശിപ്പിക്കാം എന്ന് വ്യക്തമാക്കുന്ന പുസ്തകങ്ങൾ മലയാളത്തിൽ അധികമില്ല. കാരണം ദുരൂഹമായ ഒരു വാക്യങ്ങളും ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടില്ല. തീർച്ചയായും ഈ പുസ്തകത്തിലൂടെ ജോൺ എബ്രഹാമിനെ അടയാളപ്പെടുത്തുന്നതിനൊപ്പം 70കളും 80കളും നിലനിന്നിരുന്ന കേരളത്തിന്റെ ആസ്വാദന ശീലങ്ങളെ കൂടി മാഷ് സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങിങ്ങ് ജോൺ പറഞ്ഞ ചില വാചകങ്ങളിലൂടെ, ജോൺ സൂചിപ്പിച്ച വിളഞ്ഞ നർമ്മത്തിലൂടെ, ജോൺ പ്രകടിപ്പിച്ച സ്നേഹത്തിന്റെ വഴിയിലൂടെ, അത് വിശക്കുന്നവന് മുന്നിൽ അന്നമായി മാറിക്കൊണ്ട്, തണല് തേടുന്നവർക്ക് പിതൃക്കളുടെ അനുഗ്രഹിക്കുന്ന കൈകളായി നിന്നുകൊണ്ട് ജോൺ എബ്രഹാമിനെ മാത്രമല്ല കാലഘട്ടത്തിന്റെ സജീവമായ അനേകം കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുന്നുണ്ട്. അക്കാലത്തെ നാടകങ്ങളെക്കുറിച്ച്, മാക്ബത്ത് എന്ന നാടകം, ഷേക്സ്പിയറിന്റെ വിശ്വവിഖ്യാതമായ നാടകം ഗുരുവായൂരപ്പൻ കോളേജിന്റെ ക്യാമ്പസ് ഏറ്റുവാങ്ങിയതിനെ കുറിച്ച്, അങ്ങനെ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ മാഷിന്റെ അഭിനയസിദ്ധി കണ്ടുകൊണ്ട് മാഷിനോട് ഏറ്റവും സ്നേഹത്തോടു കൂടി ജോൺ എബ്രഹാം ആദ്യമായി പരിചയപ്പെടുന്നതിനെ കുറിച്ച്, അന്ന് മുതൽ ആരംഭിച്ച ആത്മബന്ധം കോഴിക്കോട് മോർച്ചറിയിൽ ജോണിന്റെ ആ മൃതശരീരം കാണുന്നത് വരെയുള്ള രംഗത്തിലേക്ക് വികസിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതിസംഘർഷാത്മകമായ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത നല്ല ജീവിതമെന്നും അത് ആകസ്മികതകളുടെ ആകത്തുകയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിസ്മയങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു പുസ്തകമാണിത്. വാസ്തവത്തിൽ ഇന്ന് KG ശങ്കരപ്പിള്ള സാറിന് ഇരിക്കേണ്ടതായിരുന്നു. മാഷിന്റെ ഒരു കവിത, വാക്കിന്റെ അടിത്തട്ടുകൾ എന്ന കവിത, ഓരോ വാക്കിന്റെയും അടിത്തട്ടിൽ ഓരോ പാത്രമുണ്ട്. താനേ തുറന്നടയുന്ന കണ്ണുപോലെ, ഉയർന്നു താഴുന്ന കടല് പോലെ ഓരോ മാന്ത്രിക ചെപ്പ്, എണ്ണമറ്റ നിധികൾ അതിൽ നാം അടക്കം ചെയ്യുന്നു എന്ന് KG എഴുതിയിട്ടുണ്ട്. അതുപോലെ എണ്ണമറ്റ നിധികൾ അടക്കം ചെയ്തുകൊണ്ട് നമ്മുടെ പാരിസ്ഥിതികമായ വിവേകത്തിനൊപ്പം സഞ്ചരിക്കുന്ന, ജോണിലെ അനശ്വരനായ കലാകാരനെ ആവിഷ്കരിക്കുന്ന, അതിലേറെ പച്ചയായ ജോൺ എന്ന ചിത്രത്തെ ആവിഷ്കരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം അട്ടിമറിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന് ഏറ്റവും മഹത്തായ സേവനം അതായിരിക്കണം. ജോണിനെ
അനുകരിച്ചുകൊണ്ട് നടന്നവരെ മുൻനിർത്തിയാണ് നാം ഇന്നുവരെ ജോൺ ഏബ്രഹാം എന്ന വലിയ കഥാപാത്രത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ജോണിനെ അനുകരിച്ച് നടന്നവർക്കൊന്നുമില്ലാതിരുന്നത് ജോണിൽ നടന്നു നിന്നിരുന്ന മനുഷ്യത്വമായിരുന്നു. ജോണിൽ അച്ചടക്കമുള്ള ഒരു സംവിധായകൻ പ്രവർത്തിച്ചിരുന്നു എന്ന് മാഷ് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ സങ്കല്പം എന്താണ്? മുൻകൂട്ടി തയ്യാറാക്കാത്ത തിരക്കഥയുമായി ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിൽ വന്ന് നടിമാരോടും മറ്റ് സാങ്കേതിക പ്രവർത്തകരോടും കലഹിക്കുന്ന, സിനിമയുടെ ചിട്ടവട്ടങ്ങളെ മുഴുവൻ തിരസ്കരിക്കുന്ന ഒരു ജോൺ ഏബ്രഹാം എന്നൊരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പരമ്പരാഗത വ്യാകരണങ്ങളെ ലംഘിക്കുമ്പോഴും സിനിമ എന്ന കലാരൂപം പ്രബുദ്ധമായ ഒരു സാംസ്കാരിക രൂപമാണെന്ന തിരിച്ചറിവോടുകൂടി ജോൺ ഏബ്രഹാം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കൃത്യമായി ഈ പുസ്തകം അവതരിപ്പിക്കുന്നു. അതായത് അരാജകവാദിയായ മദ്യപാനിയായ ഒരു ജോൺ ഏബ്രഹാമിനെ അല്ല, അങ്ങനെയും ഒരു ജോൺ ഏബ്രഹാം ഉണ്ട് എന്നീ പുസ്തകത്തിൽ ചില സൂചനകളുണ്ട്. പക്ഷെ അതിനേക്കാൾ മാഷ് പ്രാധാന്യം കൊടുക്കുന്നത് നാം വീണ്ടെടുക്കേണ്ട ഒരു ജോൺ ഏബ്രഹാം, ആ ജോൺ ഏബ്രഹാമിനെ വീണ്ടെടുത്തുകൊണ്ട് ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടുനീ എന്ന് ആറ്റൂർ എഴുതിയതുപോലെ ഇടുങ്ങിയ പാതയും തേഞ്ഞ് നിരപ്പായ പാതയും വെടിഞ്ഞുകൊണ്ട് നിമ്നോന്നതങ്ങളിലൂടെ സഞ്ചരിക്കാൻ ധൈര്യപ്പെട്ട ഒരു ജോൺ ഏബ്രഹാം ഈ പുസ്തകത്തിൽ കടന്നു വരികയാണ്. ജോയ് മാത്യു അടക്കം, രാമേന്ദ്രൻ മൊഹേരി അടക്കം എത്ര കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. എത്ര ലളിതമായി, എത്ര സുതാര്യമായി ആ കാലഘട്ടത്തെ ആവിഷ്കരിക്കുന്നു എന്ന് അങ്ങേയറ്റം സ്നേഹത്തോടെ ഓർത്തെടുക്കും. എന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിൽ ദീപേഷ് മാഷാണ് ഈ പുസ്തകം അണിയിച്ചൊരുക്കിയത്. അതിൻ്റെ ഭാഷാ സങ്കല്പങ്ങളെ ഒക്കെ ആവിഷ്കരിക്കാൻ ദീപേഷിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോണിൻ്റെ മരണം ആവിഷ്കരിക്കുന്ന ആ രംഗം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജോണിൻ്റെ മരണം ആവിഷ്കരിക്കുന്ന ആ ഒരൊറ്റ രംഗം എത്രമാത്രം സൂക്ഷ്മമായി ഭാഷ ഉപയോഗിക്കണം, ഭാവാനുസൃതമായി ഭാഷ ഉപയോഗിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നിരവധി കഥകളായി വികസിപ്പിക്കേണ്ട കഥാസന്ദർഭങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ കഥയുടെയും കവിതയുടെയും ഓർമ്മകളുടെയും തത്വചിന്തയുടെയും പ്രണയത്തിൻ്റെയും യാത്രയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ അടരുകളിലൂടെ സഞ്ചരിച്ച വലിയൊരു കലാകാരനെ ആദരവോടുകൂടി, ആ കലാകാരന് മേൽ ചെളി വാരിയെറിയണം എന്ന താല്പര്യത്തോടെ അല്ല, ആ കലാകാരനൊപ്പം സഞ്ചരിച്ചു എന്ന ധാർഷ്ട്യത്തോടെ അല്ല, മറിച്ച് ആദരവോടെ സ്നേഹത്തോടെ ജോണിനെ അടയാളപ്പെടുത്തുന്ന, അക്കാലത്തെ സമാന്തര സിനിമാ ലോകങ്ങളെ അടയാളപ്പെടുത്തുന്ന ഈ പുസ്തകം കൂടുതലായി വായിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 250 രൂപ വിലയുള്ള ഈ പുസ്തകം, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇന്ന് 230 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകും. എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പുസ്തകം എല്ലാവരും വാങ്ങണം. വായിച്ച ഒരാളെന്ന നിലയിൽ ഈ പുസ്തകം നൽകുന്ന അനുഭവം അത് സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ അനുഭവമാണ്. അക്രമാസക്തമായ കലാപമുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ ശാന്തിയുടെ നിലാവുദിപ്പിക്കാൻ പോരുന്ന ഈ മോട്ടോർ സൈക്കിൾസ് ഡയറീസ് എന്ന ഈ പുസ്തകം നിങ്ങളുടെ ഗ്രന്ഥശേഖരത്തിൽ ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് 230 രൂപയ്ക്ക് ലഭിക്കുന്ന ഈ പുസ്തകം എല്ലാവരും വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്ത വർത്തമാനത്തിനായി പ്രൊഫസർ പി ഷൺമുഖദാസ് സാറിനെ ക്ഷണിക്കുന്നു. ചെറിയ രീതിയിൽ മറവി ഇടയ്ക്കിടയ്ക്ക് എന്നെ പിടികൂടുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ. മറവി രോഗമില്ല എനിക്ക്,
സംസാരിക്കില്ലെന്നാണ്. അപ്പം അത് കഴിഞ്ഞു പറഞ്ഞു. സത്യത്തിൽ ഞാനവിടെ ഉണ്ട്. എന്നോട് സ്കറിയ നിർദ്ദേശിച്ചത് അമ്മ അറിയാനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാമെന്നാണ്. ഞാനത് ഇതിനു മുമ്പ് ഇതേ ഹോളിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് ശോഭിന്ദ്ര മാഷ് ഉള്ളതുകൊണ്ട് മാഷയെ കുറിച്ചുള്ള എൻ്റെ നല്ല ഓർമ്മ അത് ആദ്യം പറഞ്ഞ് അമ്മ അറിയാനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വർത്തമാനം നിർത്തുന്നതാണ്. ശോഭിന്ദ്ര മാഷ്ക്ക് അറിയാത്ത ചില കാര്യം പറഞ്ഞാലാണ് മാഷ്ക്ക് ഇവിടെ വന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടെയുണ്ട് ശോഭിന്ദ്ര മാഷെ പോലെ ചില ആൾക്കാർ. കൊടകരയിൽ അദ്ദേഹത്തിന് വീടിൻ്റെ പേര് ആരണ്യകം എന്നാണ്. ജയമോഹൻ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ മാതൃഭൂമിയിൽ മലയാളികളെ കളിയാക്കിയിട്ടെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഞാനൊരു കത്ത് മാതൃഭൂമിക്ക് അയച്ചു. അത് അവർ പ്രസിദ്ധീകരിച്ചില്ല. ഈ ആരണ്യകം എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് മലയാളത്തിൽ ഒരു പഠനം പോലും വന്നിട്ടില്ല എന്നാണ് ആ ജയമോഹൻ അഭിമുഖത്തിലുള്ളത്. എത്രമാത്രം അജ്ഞനാണ് ഈ പി ജയമോഹൻ എന്നുള്ള മലയാളിയും തമിഴിനുമായ എഴുത്തുകാരൻ എനിക്ക് തോന്നി. അദ്ദേഹം എൻ്റെ കൂടെ വരികയാണെങ്കിൽ, നമ്മുടെ അട്ടപ്പാടി അകലെയുടെ വരികയാണെങ്കിൽ അവിടെ ഒരു ജീവിതമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ വീട് അളകപ്പ നഗറാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് ബഷീറാണ്. ആരണ്യകം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ, ആരണ്യകം മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോൾ ആരണ്യകം എന്ന പുസ്തകം വായിച്ചിട്ട് പ്രഭു അദ്ദേഹമൊക്കെ ഉള്ള ആ മേഖലയിലേക്ക് ജോലിക്കാരനായിട്ട് വന്നുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. പി എൻ ദാസ്, എൻ്റെ അടുത്ത സുഹൃത്തിന് പി എൻ ദാസ് ഇറക്കിയിരുന്ന ആ വൈദ്യശാസ്ത്രം എന്നുള്ള മാസികയിൽ ഞാൻ കുറച്ച് പേരിങ്ങനെ കണ്ടിട്ട് അവർ വായിച്ച പുസ്തകങ്ങളെ പറ്റി, ഒരു പുസ്തകത്തെ പറ്റിയിട്ട്, ഇപ്പോൾ നമ്മുടെ ഇടശ്ശേരിയുടെ മകൻ ഡോക്ടർ ദിവാകരൻ, അങ്ങനെ കുറച്ചുകൂടി സംസാരിച്ചിട്ട് സാധാരണ ടീച്ചറൊക്കെ സംസാരിച്ചിട്ട് ഒരു 5-6 ലേഖനങ്ങളുണ്ട്. അതിൽ ഒരു അഭിമുഖം പി എൻ ഉണ്ണികൃഷ്ണൻ അദ്ദേഹമായിട്ടാണ്. അതിൽ അദ്ദേഹം സംസാരിക്കുന്നത് ആരണ്യകം എന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ്. അപ്പം അതേപോലെ കേരളത്തിൽ ശോഭിന്ദ്ര മാഷ്, ഞാൻ ചോദിക്കുകയായിരുന്നു മാഷോട്, മാഷുടെ തൊപ്പി പച്ചയാണ്, വസ്ത്രം മുഴുവൻ പച്ചയാണ്, മാഷിന് നരച്ച താടിയും ഇപ്പോൾ ഒരു പച്ച നിറം പോലെ തോന്നണം. അത് ഈ പച്ചപ്പിൻ്റെ പശ്ചാത്തലം കൊണ്ട് ആ പച്ചപ്പിൻ്റെ ഒരു തിളക്കം ആ താടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ മാഷ് ഒരു പക്ഷേ പലപ്പോഴും ആലോചിച്ചിരുന്ന കാര്യമായിരിക്കും, മാഷോട് എത്രയോ പേര് പറഞ്ഞുള്ള കാര്യമായിരിക്കും. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് എനിക്ക് വേണം അതിൻ്റെ ക്രെഡിറ്റ്, അതിൻ്റെ ഒരു അവകാശം എന്നുള്ളൊരു സ്വാർത്ഥത കൊണ്ട് ഞാൻ പറഞ്ഞു, മാഷ് ഈ പച്ചപ്പായിട്ട് ബന്ധപ്പെട്ട് ഒന്നും എഴുതിയിട്ടില്ലേ? ഒരു പുസ്തകം മാഷ് എഴുതിയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ നുണ പറയാതെ പ്രൊഫസർ പറയാം, ആത്മാർത്ഥമായിട്ട് പറയണം. മാഷുടെ ഒരു പുസ്തകം, മാഷ് എഴുതിയ പുസ്തകം വന്നിട്ടോ എനിക്കറിയില്ല, മാഷ് പറഞ്ഞ പുസ്തകമാണ് അത്. ഇപ്പോൾ മാഷ് എഴുതിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മക്കളുടെ മക്കൾക്ക് ചെടികളോട്, പച്ചപ്പിനോട്, പുഴകളോട്, മലകളോട് ഒക്കെ, പ്രകൃതിയോടൊക്കെ സ്നേഹം ഉണ്ടാവാനായിട്ട്, മരങ്ങളോടും പുഴകളോടും മലകളോടൊക്കെ സ്നേഹമുള്ള ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ വാക്കുകൾ പുസ്തകമായിട്ട് വരുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് കുട്ടികളുള്ള സ്കൂളിലോ കോളേജിലോ പോവുകയാണെങ്കിൽ 25 രൂപയുടെ പുസ്തകം കൊണ്ടാണ് പോവാറ്. ഇന്നലെ പോലും എൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി വീട്ടിൽ 8 വയസ്സിൻ്റെ വീട്ടിൽ പിറന്നാളാണ്. അപ്പോൾ കേക്കിൻ്റെ കഷ്ണം കൊണ്ട് വരേണ്ടത്.
അപ്പം പറന്നടപ്പ് കുട്ടി കാലത്ത് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതായിട്ട് കുട്ടി ഇങ്ങനെ കാലത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ശാന്തി എന്നോട് പറയണ്ടേ. അപ്പം ഞാൻ ആ കുട്ടിക്ക് കൊടുത്തത് മരങ്ങൾ നട്ട മനുഷ്യൻ എന്നുള്ള കിയാനോൻ്റെ പുസ്തകമാണ്. അൻവറലി ടോട്ടോച്ചാനാണ്. അൻവറലി ഈ പുസ്തകത്തിന് തന്നില്ല, ടോട്ടോച്ചാനാണ് അൻവറലി വിമർശനം ചെയ്തത്. അപ്പം ആ കുട്ടിയെ ഞാൻ ഓർത്തില്ല. ആ കുട്ടിയോട് പറയായിരുന്നു മരങ്ങൾ നട്ട മനുഷ്യൻ. ഇപ്പോൾ പുസ്തകം ഞാൻ തന്നല്ലോ, ഇവിടെ വന്ന മരങ്ങൾ നട്ട മനുഷ്യൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, പച്ചപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ എഴുതി വയ്ക്കാനായിട്ട്, അത് പുസ്തകമാക്കാനായിട്ട്, അപ്പോൾ പ്രകാശനം ഉണ്ടെന്ന് വെച്ചാൽ എന്നെ വിളിച്ച ഒരു ആശംസയ്ക്ക് ഇവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്തോ ഇനി കാസർഗോഡോ മോട്ടോർ സൈക്കിൾ അങ്ങനെയാണല്ലോ പോയത്. ഇനി പൊക്കുന്നാണെങ്കിൽ അവിടെ പൊക്കുന്ന് എനിക്ക് പരിചയമുണ്ട്. എൻ്റെ കൂടെ ഫിലോസഫി അധ്യാപകനായിരുന്ന, ഇംഗ്ലീഷായിരുന്നു, പരശുബ്രഹ്മണ്യ കോളേജിൽ മാങ്കാവിൽ പൊക്കുന്നിൽ അദ്ദേഹത്തിന് വീട്ടിൽ ദാമോദരൻ ഫിലോസഫി അധ്യാപകൻ. അപ്പോൾ പൊക്കുന്ന് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകം അത് ദീപേഷ എഴുതിയിട്ടാണെങ്കിൽ, പറഞ്ഞു കൊടുത്തിട്ട് എഴുതിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മാഷ എഴുതിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മാഷ് പറഞ്ഞത് അങ്ങനെ യന്ത്രം പകർത്തി വെച്ചിട്ടാണെങ്കിൽ ആ ഒരു ബുക്ക് വായിക്കാനായിട്ട് ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് മാഷ്ക്ക് വാങ്ങി വാക്ക് കൊടുക്കുകയാണ്. മറ്റൊരു കാര്യം, അമ്മ അറിയാനെ പറ്റിയിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അമ്മ അറിയാനും ഞാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കണ്ട ആളുകൾ ഞാൻ നുണ പറയണമെന്ന് പറയും. അമ്മ അറിയാനും ഞാനുണ്ട് എന്ന് ഉത്തമ ബോധ്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അമ്മ അറിയാനും നീലവിടെ എത്തിയിട്ടുണ്ട്. നീലവിടെ എത്തിയിരുന്നില്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു നീലനുണ്ട്. ഞാനത് 2 ദിവസം മുമ്പ് പറയും, നീലൻ്റെ മകൻ നമ്മുടെ ജോയ് മാത്യു അവതരിപ്പിക്കുന്ന പുരുഷരോട് വരുമ്പോൾ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ചോദിക്കും, അച്ഛാ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കേട്ടിട്ട് പലരും എന്നോട് പറയും കുട്ടികളൊക്കെ എങ്ങനെ പറയുന്നത്. ഇപ്പം എൻ്റെ പേരക്കുട്ടിക്ക് ഇപ്പോൾ 2.5 വയസ്സാണ്. ഈ 2.5 വയസ്സുള്ള പെൺകുട്ടി അൻവിത ചില സന്ദർഭങ്ങളിൽ പറയുന്നത്, ഇതേ പ്രായത്തിലുണ്ടായിരുന്ന എൻ്റെ മൂത്ത പെൺകുട്ടി അഖില ഇതേപോലെയുള്ള ചില സംഭാഷണങ്ങൾ വർത്തമാനം പറഞ്ഞത് അതെനിക്കറിയാം. ആ അമ്മ അറിയാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പറയുന്നത്, ക്യാമറ അദ്ദേഹത്തെ പ്രേംജിയെ കാണിക്കുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നീലനെ കാണിക്കും, നീലൻ്റെ മോനെ കാണിക്കും. അദ്ദേഹം ഏഷ്യാനെറ്റിലാണ്, മോനൊക്കെ വളർന്നു വലുതായി. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അരാജകത്വമാണെന്ന് വേണമെങ്കിൽ ചിലർക്ക് തോന്നും. അത് ഫിലിമിലടിച്ചിട്ടുണ്ട് അല്ലേ? ഫിലിമല്ലത്, മറ്റേ ഡിജിറ്റലല്ല അല്ലേ? ഫിലിമല്ല അത്, അതെ ഫിലിമിലാണ്. വെറുതെ എന്തിനാണ് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റ് ക്യാമറ വെറുതെ ഇങ്ങനെ വെറുതെ കിടക്കിടന്ന് പോകും. അങ്ങനെ ഇങ്ങോട്ടല്ല, ഇടത്തോട്ടോ വലത്തോട്ടോ പോകും. എന്നിട്ട് ആ വീട്, പൂങ്കുന്ന സ്റ്റേഷൻ്റെ മുന്നിലുള്ള ആ മുലമംഗലം വീട്, പ്രേംജിയുടെ വീട്, നീലൻ്റെയും പ്രേമേന്ദ്രൻ്റെയും സതിയുടെയൊക്കെ വീട്, ആ ഉമ്മറത്ത് നിന്ന് ഇവർ രണ്ടുപേരും വിട്ടിട്ട് ഇവർ രണ്ടുപേരും ഉപേക്ഷിച്ചിട്ട് ക്യാമറ തൊട്ടപ്പുറത്ത് ഇടനായിട്ട് അറ്റത്ത് ചെറിയ മുറിയുണ്ട്, കുട്ടിസ് മുറിയുണ്ട്. എത്രയോ വട്ടം ഞാനും നീലിനും ആ മുറിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ചുമരിൽ അത് തൂങ്ങിക്കിടക്കുന്നുണ്ട്, കാറ്റത്ത് ആടുന്നുണ്ട്. അതൊന്ന് കാണിച്ചിട്ട് വരും. അതെന്താണ് എന്ന് ഒരു പക്ഷേ ഈ പ്രപഞ്ച ജീവിതത്തിൽ ആകെ കൂടിയ എന്താണെന്ന് തിരിച്ചറിഞ്ഞ 2 പേര് നീലിനും ഞാനും മാത്രമായിരിക്കും. അത് ദൃശ്യകല എന്ന് പറയുന്ന മാസികയാണ്. ആ മാസികയുടെ ഒരു പരസ്യം, നിങ്ങൾ ഇവിടെയൊക്കെ വല്ല പരിപാടി നടക്കുകയാണെങ്കിൽ ഞാനും നീലിനും സുഹൃത്തുക്കൾ മനമോഹനും ഫ്രാൻസിസ് മുണ്ടശ്ശേരിയും അല്ലെങ്കിൽ അമർനാഥൊക്കെ ആയിട്ട് ഞങ്ങൾ ദൃശ്യങ്ങളുടെ കോപ്പിയും കൊണ്ട് വരും. എന്നിട്ട് പുറത്ത് വെച്ച് അവിടെ പുസ്തകം വെക്കുന്ന പോലെ വെക്കാറുണ്ട്. അപ്പോൾ അവിടെ തൂക്കിയിടാനായിട്ട് ഒരു കാലണ്ടർ പുറത്തുണ്ടാക്കി ദൃശ്യകല എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ദൃശ്യകലയുടെ പിന്നാലെ ക്യാമറ തിരിച്ചത്? ആ ചിത്രത്തിൻ്റെ വലിയ പ്രാധാന്യം, വലിയ പിഴ എന്ന് സി ബാലകൃഷ്ണൻ്റെ ഒരു നോവലേറ്റുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് കത്ത് എഴുതുമ്പോൾ
വലിയ സന്തോഷം എന്നാണ് എഴുതാറ്. അത് വലിയ പ്രാധാന്യം അതിലെന്താണെന്ന് വെച്ചാൽ 6 കൊല്ലം ഇറങ്ങിയിട്ടുള്ള മാസികയാണ് ദൃശ്യകല. ആ മാസികയിലാണ് കേരളം പിന്നീട് ഒരറ്റം മറ്റേ അറ്റം വരെ കാണിച്ചിട്ടുള്ള പോട്ടൻകിൽ നിന്നുള്ള സിനിമയുടെ തിരക്കഥ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. റോം ഓപ്പൺസിൻ്റെ തിരക്കഥ വന്നു, നാടകങ്ങൾ സൂര്യവേട്ട ഉൽപ്പത്തത്തിൻ്റെ വന്നു, ഹോളി കേതൻ മേത്തയുടെ തിരക്കഥ വന്നു. ഇതിൻ്റെ ഇടയിൽ വന്നിട്ടൊരു നാടകമുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ പറഞ്ഞത് ഈ സിനിമയിൽ അദൃശ്യനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ പയ്യന്നൂരോ അതോ കാസർഗോഡോ ഉള്ളൊരു ഫിലിം ക്യാമ്പ്. അവിടെ നിന്ന് അദ്ദേഹം ജോണോടും സംസാരിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ സുബണ്ണയുടെ ഹൊഗുഡുലിക്ക് പോവാണ്, അവിടെ ഒരു മാസത്തെ പരിപാടിയുണ്ട്, ദിനാസത്തിൻ്റെ പരിപാടിയുണ്ട്, അങ്ങനെ പോണേന്ന് അന്ന് എന്നോട് പറയുകയുണ്ട്. പയ്യന്നൂരാന്ന് തോന്നുന്നു. അപ്പം അവിടെ വെച്ചിട്ട് എനിക്ക് തോന്നാൻ പയ്യന്നൂർ വെച്ചിട്ടാണ് അദ്ദേഹം എൻ്റെ കയ്യിൽ ഒരു കയ്യെഴുത്ത് കൃതി തന്നു. ഇപ്പോൾ ചിലപ്പോൾ ചില ഓർമ്മ പിശൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ അടുത്തല്ല തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ നീ നേരിട്ട് അയച്ചു കൊടുത്തതായിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞ ഓർമ്മയാണ്, അതാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അത് അദ്ദേഹം എഴുതിയൊരു നാടകമാണ്. ആ നാടകം അധികം കളിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ 80-ൽ ഞാനും CB അബൂബക്കറും കൂടിയിട്ട്, ഞങ്ങൾ കുട്ടികളൊക്കെ കൂടിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ, പേരാമ്പ്രയിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് അവിടുത്തെ സ്കൂള്. അതിൻ്റെ മുകളിൽ 2 വർഷം മാത്രമായിട്ടുള്ള ഒരു പ്രീ ഡിഗ്രി കാലമാണ് CKG കോളേജ് ഉണ്ടായിരുന്നു. അവിടെ വാർഷിക ദിനത്തിന് CP അബൂബക്കറിൻ്റെ സംവിധാനത്തിൽ ഞാനൊക്കെ കൂടെയുണ്ട് ഈ നാടകം കളിച്ചിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പേര് ചെന്നായ്ക്കൽ അഥവാ പട്ടിണി മരണം എന്നാണ്. ഞാൻ പറയുന്നതിന് പാട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. എന്താണ്, തിന്നുന്നു ചന്തികൾ തിന്നുന്നു ഒരു പാട്ടുണ്ട് അതിൽ. ആ നാടകം ദൃശ്യകലാവുന്നത്. അപ്പം അതുകൊണ്ട് ആ ദൃശ്യകല എന്താണ് ചെയ്തിരുന്നത് ഒരു 6 കൊല്ലം എന്നുള്ളത്, സിനിമയ്ക്ക് വേണ്ടി, നാടകത്തിന് വേണ്ടി മലയാളത്തിൽ 6 കൊല്ലം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ജോണപ്രാമില്ല, അതിന് മുമ്പേ അദ്ദേഹം പോയി. അത് അടയാളപ്പെടുത്തിയിട്ടുള്ള, ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ദൃശ്യകല, അത് അദ്ദേഹം ഈ സിനിമയിൽ അടയാളപ്പെടുത്തിയതാണ്. അത് സത്യത്തിൽ കേരള ചരിത്രത്തെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചലച്ചിത്രമാണ്. ഒരു പാത സിനിമയാണത്. ഞാനത് അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അത് അധികം പേരും വായിച്ചിരിക്കാൻ വഴിയില്ല. കാരണം കാണി വില്ലേജ് സൊസൈറ്റി ചങ്ങരംകുളം അവരൊരു 25 കൊല്ലമായപ്പോൾ ഒരു ചെറിയ ഒരു സുവനീർ പോലെ ഇറക്കണ്ടേ, അതിനാണ് ഞാൻ എഴുതേണ്ടത്. ആ അമ്മ അറിയാൻ എന്നുള്ള ലോക ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ സിനിമ, വ്യത്യസ്തമായ ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ ഒരു അടയാളമായുള്ള സിനിമ. ആ സിനിമ വരും കാലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ കാണും ആളുകളെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൽ അവസാനത്തെ ഭാഗം ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ സിനിമ അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നു അമ്മ അറിയാനെന്നുള്ള സിനിമ പ്രദർശിപ്പിക്കുകയാണ് പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കാണികളുടെ മുമ്പിൽ. അങ്ങനെയാണ് അത് അവസാനിക്കുന്നതെന്ന് ഓർമ്മ. എം രാജൻ ഒരു ഏതൊരു സിനിമയിൽ ആ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ശോഭിതൻ മാഷിൻ്റെ ഈ മോട്ടോർസൈക്കിൾ ഡയറീസ് എന്നുള്ള പുസ്തകം ഞാനാണ് പ്രകാശനം ചെയ്തത് തോന്നുന്നു. ഞാൻ മേടിക്കാൻ വെച്ചു, ഞാൻ പ്രകാശനം ചെയ്തു, ഞാൻ മേടിച്ചു. അത് ഭാഗ്യമെന്നുള്ള വാക്ക് എൻ്റെ നിഘണ്ടുവിലില്ല. പക്ഷേ ഈ ഒരു വാക്ക് അതിന് ആ അർത്ഥമില്ല. അതൊരു എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ്. മോട്ടോർസൈക്കിൾ ഡയറീസ് സിനിമ ഞാനിപ്പോൾ ഓർക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ ആ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നണത്, യാത്ര കഴിഞ്ഞിട്ട് തോന്നുന്നു, ചെഗുവേര കുഷ്ഠരോഗികളുടെ ഒരു സ്ഥലത്ത് എത്താണോ അത് ആദ്യമാണോ എന്നറിയില്ല, അവസാനം തോന്നണം. എന്നിട്ട് അദ്ദേഹം ചെയ്തൊരു വലിയ കാര്യമുണ്ട്. അവരാകെ പകച്ചു പോകും. കുഷ്ഠരോഗികളായിട്ടുള്ള അവരുടെ അടുത്ത് പോയിട്ട്, ആ കോളനിയിൽ പോയിട്ട് ഈ യുവ ഡോക്ടർ ഓരോരുത്തർ കൈ പിടിച്ച് കൊടുക്കുന്നുണ്ട്. മാഷ് ഓർമ്മയുണ്ടോ അറിയില്ല. ആ സിനിമയുടെ സത്ത എന്ന് പറയുന്ന ആരാണ് ചെഗുവേര എന്ന് എനിക്ക് അത്ര ധാരണയില്ല.
പക്ഷേ ഈ സിനിമ എന്നെ നോക്കി, ഇദ്ദേഹമാണ് ആ ചെഗുവേര. ഈ ഇതാണ് ഗോദാടിൻ്റെ പടത്തിലൊക്കെ ഇതിങ്ങനെ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ പറയും. ആ ചെഗുവേരയല്ല എൻ്റെ മനസ്സിലുള്ളത്. ഈ ഒരു പക്ഷേ അത്ര നല്ല സിനിമയല്ല എന്ന് പ്രേക്ഷകർ ചിലപ്പോൾ പറഞ്ഞേക്കാൻ സാധ്യതയുള്ള, കുറച്ച് വിപ്ലവകാരികളുടെ പ്രേക്ഷകർ പറയാൻ സാധ്യതയുള്ള ആ സിനിമയുടെ അവസാന ഭാഗത്ത് ഈ കൈ പിടിച്ചിട്ട്, കൈയില്ലാത്ത ആളുകളുടെ പുഷ്പകം വന്ന് കൈ പോയ ആളുകളുടെ ഇതിനറ്റം പിടിച്ചിട്ട് ഒക്കെ കൈ പിടിച്ചു കൊടുക്കുന്ന രംഗമുണ്ട് മോട്ടോർസൈക്കിൾ ഡയറീസ്. ഈ പുസ്തകം ഞാൻ വില കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വായിച്ചു തുടങ്ങിയിട്ടില്ല. ഇത് ഇപ്പോൾ മാഷ് പറഞ്ഞല്ലോ, ഇന്ന് എല്ലാവരും മേടിക്കണമെന്ന് പറഞ്ഞു. ഞാനിത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ശോഭേന്ദ്ര മാഷ് ഇന്ന് ഇത് പറയുമെന്ന് അന്നേ കണ്ടിട്ടുള്ള ഒരു പ്രവചനം മേടിക്കേണ്ടതുകൊണ്ട് ഞാൻ അന്ന് മേടിച്ചിട്ട് അത് വായിച്ച് കഴിഞ്ഞാൽ മാഷ്ടെ ഫോൺ നമ്പറും ഇമെയിലും ഞാൻ മേടിച്ചിട്ട് എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട്, അപ്പം ഞാൻ മേടിച്ച പുസ്തകം ഇവിടെ അതിൻ്റെ കോപ്പി കിട്ടി നോക്കുമ്പോൾ അതിൽ മാസ്റ്റർ നമ്പറുണ്ട്, മാസ്റ്റർ ഇമെയിൽ അതിൻ്റെ അടുത്തുണ്ട്. തീർച്ചയായിട്ടും ആ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ സന്തോഷത്തിൽ, അത് വായിച്ചതിൻ്റെ അനുഭവ സമ്പന്നതയിൽ ഞാൻ മാഷ്ക്ക് ഇമെയിലിൽ 2 വാക്ക്, ഫോണിൽ 1 വാക്ക് തീർച്ചയായിട്ടും കൊടുത്തയക്കും. നന്ദി എല്ലാവർക്കും. സന്തോഷത്തോടു കൂടി ഈ പുസ്തകം വായിക്കുന്നതിന് എൻ്റെ ഒരു പ്രത്യേക ക്ഷണം. പൈസ കൊടുത്ത് മേടിച്ചിട്ടോ പൈസ കൊടുത്ത് മേടിക്കാതെയോ വായിച്ചിട്ട് വരണം. മാഷ്ടെ മകൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. മാഷ്ടെ മകൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മാഷ് അറിയുന്നേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. മാഷുമായിട്ട് ഞാൻ നേരത്തെ വന്നുടനെ ഒരു വർത്തമാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വർത്തമാനം എല്ലാവരിലേക്കും എത്താവുന്ന രീതിയിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ ഓൺലൈനിൽ മാഷിനെ ഞാൻ മാഷ് സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു മാഷ് വർത്തമാനം കേൾക്കാനുള്ള ആ ഒരു താല്പര്യം ഇപ്പോൾ ഉള്ളതുപോലെ നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും. മാഷ് വർത്തമാനം തീരുന്നത് വരെ അതുണ്ടാവും. മാഷ്ക്ക് എല്ലാ മംഗളങ്ങളും ഇനിയും എഴുതാനായിട്ട്, ഇനിയും വർത്തമാനം പറയാനായിട്ട്, ഈ വിഷയങ്ങളൊക്കെ ഞങ്ങളെ പോലെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെയൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതാൻ കഴിയട്ടെ, പറയാൻ കഴിയട്ടെ. നന്ദി. നൽകി അടയാളപ്പെടുത്തുന്നതിനായി ഒഡെസയുടെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായിട്ട് ഷൺമുഖദാസ് സാറിനോട് അഭ്യർത്ഥിക്കുക. ചെറിയ സന്തോഷം കൂടെ പങ്കുവയ്ക്കാനാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ നീലൻ, അമ്മേറിയാൻ്റെ കാലം മുതൽ, അന്ന് മുതൽ ജോണിൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള അമ്മേറിയാൻ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതല്ല, ആ കാലത്ത് അതിനോടൊപ്പം ഉണ്ടായിരുന്ന ജോണിനായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ശ്രീ നീലൻ ഇവിടെ എത്തിച്ചേർന്നിട്ട് സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹം ഇവിടെയല്ല, തിരുവനന്തപുരത്ത് ആണ്. പക്ഷെ അദ്ദേഹത്തെ ഇവിടെ എത്തിയതിൽ സന്തോഷം അദ്ദേഹത്തോട്, പ്രത്യേകിച്ച് ഈ അമ്മേറിയൻ കളക്റ്റീവിന് വേണ്ടി അദ്ദേഹത്തിനോടുള്ള സന്തോഷം കൂടെ ഇവിടെ അറിയിച്ചുകൊള്ളു. 2 വാക്ക് സംസാരിക്കാം. കൃഷ്ണകുമാർ 2 വാക്ക് സംസാരിക്കും. ഒറ്റ വാക്കില് ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചടങ്ങിന് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ വളരെ വൈകിപ്പോയി. കൂടുതൽ വാക്കുകളിലേക്ക് പോകുന്നില്ല. ഈ സമയത്ത്
ജോണിനെ നമ്മൾ അനുസ്മരിക്കുമ്പം ഒപ്പം അനുസ്മരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ കൂട്ടത്തിൽ അമ്മദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പലതരത്തിൽ. ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പം ഈ സമയത്ത് ഒരുപക്ഷെ അടുത്ത സമയത്ത് അവസാനം സന്ദർശിച്ച ആളെന്ന നിലയിൽ ഈ നവംബർ 30 അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ പരിക്ഷീണിതനാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള മൊമെൻറ്റോ ഏറ്റവും പ്രിയപ്പെട്ട ബഷീർ സാർ വാങ്ങുമ്പോൾ ഞാനതിനെ ഓർക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ വരികൾ വളരെ പിന്നെ അമ്മയുടെ ആ സ്വഭാവമായിട്ട് വളരെ ഇത് ചേർത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒഡേസയ്ക്ക് നിമിത്തമായി തീർന്നത് മാവേലിക്കര മധുവാണ്. മധു എന്ന് നമ്മളോടൊപ്പം ഇല്ല. ഏതാനും മാസത്തിന് മുമ്പ് മധു നമ്മളോട് ഇവിടെ പറഞ്ഞു. പിന്നീട് ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഈ അമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ ജോണുമായിട്ട് 2-3 തവണ അത്ര അടുത്തല്ലാതെ പരിചയപ്പെട്ടിട്ടുണ്ട്. പുസ്തക പ്രസാദ സംഘത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ജോണുമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ പത്തനം കോളേജിൽ പഠിക്കുമ്പോൾ അമ്മതുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ചില ആളുകൾ എന്ന് എന്നെ ഏറ്റവും ഉറക്കെ ചിന്തിപ്പിച്ചത് ഈ നെടുമ്പൊയിൽക്കാരൻ അമ്മദാണ്. ഞാൻ വല്ലാതെ വിസ്മയിച്ചു പോയി. ആ വിസ്മയമാണ് യഥാർത്ഥത്തിൽ എന്നെ ഒഡേസയിൽ പിടിച്ചു നിർത്തിയതും. ഏതാണ്ട് 80ഓളം സ്ക്രീനിങ്ങൾ ഈ കേരളത്തിലുള്ളതിലും പല ഗ്രാമങ്ങളിൽ പോയി നടത്താനായിട്ട് എനിക്ക് ഒരു താല്പര്യം, ഒരു ജിജ്ഞാസ, ഒരു കൗതുകം, ഒരു എന്തോ ഒരു യുവത്വത്തിൽ വന്ന ഒരു വിപ്ലവം എന്ന് അതിനെ വയ്ക്കാമെന്ന് എനിക്കറിയത്തില്ല. ഈ പെട്ടി ചുമന്നുകൊണ്ട് പോയി സിനിമ കാണിക്കാൻ ആളുകളുടെ ഇടയിൽ ഏതോ നമുക്ക് കിട്ടാവുന്ന ഒരു അനുഭൂതി, അതിരുന്ന ഒരു ഊർജ്ജം, അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു മാനസികാവസ്ഥ, രാത്രിയിൽ തോന്നിടത്ത് കിടന്ന് ഉറങ്ങുക, ചില വീടുകളിൽ, ചില കടത്തണ്ണകളിൽ, അല്ലെങ്കിൽ ചില ബസ് സ്റ്റാൻഡിൽ, ഒരുപക്ഷെ ചിലപ്പോൾ ബസ്സിനകത്ത്. ഇപ്പോൾ ശോഭീന്ദ്രൻ മാഷ് എഴുതിയ പോലെ ഒരു കുറിപ്പെഴുതിയാൽ വളരെ നീണ്ട അനുഭവങ്ങളായിരിക്കും അതൊക്കെ. അതോടൊപ്പം വന്ന കുറേ മറ്റു സുഹൃത്തുക്കൾ. അതിൽ യഥാർത്ഥത്തിൽ ഒഡേസയുടെ പ്രവർത്തനത്തിൽ പകുതി പേർ മൺമറഞ്ഞു പോയിരിക്കുന്നു. ബാക്കി പകുതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ അർത്ഥ പകുതിയിൽ നിന്നുകൊണ്ട് വാക്കുകൾക്ക് ഒരുപാട് തരത്തിലുള്ള സംവേദനം നമ്മൾ ഉണ്ടാക്കാൻ കഴിയും. ചിലപ്പോൾ വാക്കുകൾ തീർത്ഥമായിരിക്കും, ചിലപ്പോൾ വാക്കുകൾ അനവസരത്തിൽ നമ്മളെ വല്ലാതെ വേർപ്പൊട്ടിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ജോണപ്രയം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസാരത്തെക്കുറിച്ച്, ഈ ചടങ്ങിനെക്കുറിച്ച് അദ്ദേഹത്തിന് വേറെ കമൻറ്റ് പറയാനുണ്ടായിരിക്കും. അവർക്കൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ഈ വേദിയിൽ എനിക്ക് 2 വാക്ക് പറയാൻ അവസരം തന്ന ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ ഇതിൻ്റെ സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് സ്കാരിയോടും ഉള്ള എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഒഡേസയുടെ പ്രയാണം ഇനി മറ്റൊരു തരത്തിൽ ഇത് വികസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ട്, കാരണം ഒഡേസയിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ അവർ തീർച്ചയായിട്ടും അവർ പ്രതിഭകളായിരുന്നു എന്നുള്ള തർക്കമില്ല. അത് ഈ ശോഭീന്ദ്രൻ മാഷിൻ്റെ പുസ്തകമൊന്നും മാത്രമല്ല, ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അവരവരുടെ നാട്ടിൽ അവർ അനുവർത്തിച്ച ചില പിന്നെ ചലനങ്ങൾ, ഇപ്പോൾ ബഷീർ മാഷ്, അതുപോലെയൊക്കെയുള്ള ഒത്തിരി, ഞാൻ എല്ലാവരെയും പേര് യൂനിസ്, അല്ലെങ്കിൽ ഒരുപാട് പേര് എനിക്ക് പിന്നെ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവരെല്ലാം ഒരു പ്രത്യേകതരം ഒരു പുതിയ ഒരു തൈകൾ അവിടെ ആ നാട്ടിൽ നട്ടു വളർത്തുന്നുണ്ട്. ആ നട്ടുവളത്തിൻ്റെ ഒരു കൂടിച്ചേരൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇലകളായിട്ട് ഇവിടെ കൂടിച്ചേർന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ധ്യയുടെ പ്രത്യേകത. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ശ്രീ നീലിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം. സോറി പറയണേ, ഞങ്ങളുടെ വലിഞ്ഞു കയറി വന്നവരാണ്. അവിടെ ഇരിക്കുകയും എൻ്റെ മാസ്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഞാനിവിടെ ഉണ്ടെന്ന് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അവസാനം എന്നിട്ടും എന്നെ വിളിക്കില്ല എന്നുള്ള ഞാൻ വരണമെന്ന് ഇങ്ങോട്ട് കടന്നു കയറിയ ഒരുത്തനാണ്. അതുകൊണ്ട് അതിന് ക്ഷമാവണം. ഷൺവാസ് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി പറയണം തോന്നിയത്. ഒന്നാമത് ഈ മാസ്ക് ഇല്ലാത്ത കാലത്തെ മനുഷ്യരായിരുന്നു ജോണൊക്കെ.
നമ്മളൊക്കെ ഇപ്പോൾ മാസ്ക് വെച്ച് നടക്കുകയാണ്. അണ്ടർവെയർ പോലെ ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ട ഒരു സാധനമായി, എപ്പോഴും മുഖത്ത് വേണ്ടതായി. അണ്ടർവെയർ എങ്ങനെയാണ്, എപ്പോഴും വേണം. അതുപോലെ സാധനമായിട്ട് നമ്മളിത് കൊണ്ട് നടക്കുകയാണ്. അതില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം ഈ അധിക പ്രസംഗമാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ കെ ജി ശങ്കരപ്പിള്ളയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനോടും അമ്മയോടുള്ള നന്ദി മുഴുവൻ അതാണ്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചു സോഷ്യൽ, കാരണം ഞങ്ങളൊക്കെ പ്രശ്നമായി, ആരും ഞങ്ങളെയൊന്നും തൊടൂല്ല, അങ്ങോട്ട് തൊടാൻ പാടില്ല. അപ്പോൾ 70 വർഷം കഴിഞ്ഞ് വരുന്ന ജീവിതാവസ്ഥയ്ക്ക് ഞങ്ങളെ പാകപ്പെടുത്തിയത് അച്ഛനും അമ്മയാണ്. അപ്പം ഇതൊക്കെ ആവർത്തിക്കുന്നത്, ഇതൊക്കെ സൈക്ലിക്കാണ്. ഒരു കാലത്തെ ഭ്രഷ്ടമ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പം എല്ലാവരും മുഖംമൂടി വെച്ചെടുത്തിരിക്കുന്നു, തൊടാതിരിക്കുന്നു, കഴിയുന്നത്ര തൊടാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒക്കെ റീസൈക്ലിങ്, അതൊക്കെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വരികയാണ്. അതുപോലെ ഇനി ജോണിനെ കുറിച്ച് ഒരൊറ്റ കാര്യം പറയുള്ളൂ. ജോണിന് എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അമ്മറിയാൻ ഷൂട്ടിങ് ഷൺവാസ് പറഞ്ഞ പോലെ ആ എൻ്റെ വീട്ടിൽ വന്ന് എടുത്ത ഷോട്ട് അവസാനിക്കുന്നത് ദൃശ്യകലയുടെ പോസ്റ്ററിലാണ്. അത് അവിടെ എന്നെ റെഫർ ചെയ്യുന്നത്, എന്നെ പൊസിഷൻ ചെയ്യുക. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു ഇമേജിലേക്ക് ഒതുക്കുക. ഇതാണ് ജോണിൻ്റെ രീതി. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ജോൺ പെസാറോ ഫിലിം ഫെസ്റ്റിവലിന് പോയി ഇറ്റലിയിൽ. അത് അന്ന് ഘട്ടക്കിൻ്റെ എന്തോ ഒരു റിട്രോസ്പെക്റ്റീവോ എന്തുകൊണ്ട് പെസാറോയിൽ. അപ്പോൾ അതിൽ ഘട്ടക്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ വിളിച്ചു. ഇവർ 3 പേരും എനിക്ക് വളരെ അടുത്തറിയുന്ന ആൾക്കാരുമാണ്. ഒന്ന് ജോൺ അബ്രഹാം, മറ്റൊന്ന് മണി കൗള്, പിന്നെ കുമാർ ഷാനി. ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസം മടങ്ങി വന്നു. പിന്നെ ഒരു 6 മാസം 7 മാസം 8 മാസം കഴിഞ്ഞിട്ട് ജോൺ എൻ്റെ വീട്ടിൽ വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് വരും. ജോണിൻ്റെ പ്രത്യേകത, ജോൺ കാശ് വേണമെങ്കിൽ മാത്രം വീട്ടിൽ വരുന്ന സുഹൃത്തായിരുന്നില്ല. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. കാശ് വേണ്ടി വരുമ്പോൾ മാത്രം വരുന്നത്. അങ്ങനെയല്ല. ജോണിന് ചിലപ്പോൾ വന്നിട്ട് എൻ്റെ അമ്മയോടാണ് കാശ് ചോദിക്കുക. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അമ്മ ഒരു ദിവസം ബാങ്കിൽ പോയി വരിക. അപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിച്ചാൽ എന്നോട് ഇപ്പോൾ അമ്മ ബാങ്കിൽ പോയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഗേറ്റ് കിടന്ന് വരുമ്പോൾ ജോണിനെ കണ്ടു. അപ്പോൾ ജോൺ പറഞ്ഞു, അമ്മച്ചി പേടിക്കണ്ട, ഇന്ന് എനിക്ക് 10 പൈസ വേണ്ട, എൻ്റെ കയ്യിൽ ധാരാളം കാശുണ്ട്, വേണമെങ്കിൽ അമ്മച്ചിക്ക് അങ്ങോട്ട് തരാം, ബാങ്കിൽ പോകുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ പൈസ അങ്ങോട്ട് തന്നേനെ എന്ന് ജോൺ പറഞ്ഞു. ഈ ജോൺ വന്നിട്ട് തൻ്റെ മുഷിഞ്ഞ ബാഗിൽ നിന്ന് ഒരു പുസ്തകം എടുക്കുന്നു. അത് ലാറ്റിൻ ഭാഷയിൽ എഴുതിയ സിനിമയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഇത് ഇറ്റലിയിലെ ഏതോ നഗരത്തിൽ, പെസാറോവിലെ ഏതോ തെരുവിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ കണ്ടെത്തുകയും ആ തെരുവിൽ വെച്ച് എന്നെ ഓർക്കുകയും ചെയ്തു. ഇത് നിസ്സാരമായി കരച്ചിൽ വരില്ല. അപ്പം ചോദിച്ചു, ഞാൻ ജോണിനോട് ചോദിച്ചു, ജോണി ഞാനിതെങ്ങനെ വായിക്കണം ഈ ഭാഷ? അതെ, ഈ പള്ളിയിലെ അച്ഛന്മാരുണ്ട്, ലാറ്റിനൊക്കെ അറിയുന്ന വികാരിമാരുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, അവരടുത്ത് പോയിട്ട് ഇത് വായിക്കുക. ഇതുവരെ വായിക്കാത്ത അതിലൊക്കെ ചളി പറയുന്നുണ്ട്. കാരണം ജോൺ എവിടെയൊക്കെ പോയിട്ടാ പറഞ്ഞതറിയില്ല. എവിടെ വേണമെങ്കിൽ ജോണിനത് കൈവിട്ട് പോവാം, എവിടെ വേണമെങ്കിലും ഇത് മറന്നു പോവാം. പക്ഷെ അയാളുടെ മറവി എന്ന് പറയുന്നത് മനുഷ്യനെ മറക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇറ്റലിയിൽ പെസാറോവിൽ വെച്ച് എന്നെ ഓർക്കുക ഒരാള്, എന്തിനാ ഞാൻ ഓർത്തു എന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് അവിടെ നിന്ന് ചളി പുരണ്ട, പലതിക്കിൽ പോയി പലതിക്കിൽ തണ്ടി നടന്ന് ചളി പുരണ്ട ഒരു ലാറ്റിൻ ബുക്ക് എനിക്ക് തരിക. എൻ്റെ സിനിമയെ പറ്റി ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേറ്റവും വിലമതിക്കുന്ന, ഞാൻ ഇനി ഒരിക്കലും വായിക്കാൻ, ഞാൻ പിന്നെ വായിച്ചിട്ടില്ല, ഞാനൊരു അച്ഛനെയും കാണാൻ പോയില്ല, ഒന്നും ചെയ്തില്ല. കാരണം ആ പുസ്തകം തന്നെയാണ് വായന. അത് തുറക്കണ്ട, തുറന്നു വായിക്കാനുള്ളതല്ല, അടച്ചു വയ്ക്കാനുള്ളതാണ്. അങ്ങനെയുള്ളൊരു വിചിത്രമായ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രകടിപ്പിക്കണേ. പലർക്കും സ്നേഹമുണ്ടോ, ഭയങ്കര സ്നേഹമുണ്ടോ, പക്ഷെ നമുക്ക് അനുഭവത്തിലില്ല. അങ്ങനത്തെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു ജോൺ. ഇന്ന് ഞാൻ വേറെ പല വീട്ടുകാര്യങ്ങളായിട്ട് തൃശ്ശൂർ വന്നതാണ്. പക്ഷെ
ഞാൻ ആരോ പറഞ്ഞ് ഇന്നത്തെ പരിപാടിയിൽ പോലും ഇല്ലപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ കോളേജിൻ്റെ പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഈ കടന്നുകയറ്റം അനുവദിച്ച സ്കറിയയ്ക്കും കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ അൻവർ അലിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒരു വലിയൊരു പങ്ക് പേരും ഒഡേസ എന്ന പ്രസ്ഥാനവുമായും ജോൺ അബ്രഹാം എന്ന മനുഷ്യനുമായും എന്നെക്കാൾ എത്രയോ മടങ്ങ് സജീവ ബന്ധം പുലർത്തിയിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ തന്നെ ഭാഗമായിരുന്നവരാണ്. ജോണിൻ്റെ തന്നെ സൗഹൃദ വലയത്തിന് അകത്തുള്ളവരാണ്. ഞാനൊക്കെ എൻ്റെ ക്യാമ്പസ് ജീവിതകാലത്ത് അനേകം യുവ ജോൺ ആരാധകരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായിരുന്നു. ജോൺ ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നം പോലത്തെ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഇത്രയും ഒരുപാട് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എൻ്റെ അടുത്ത് സ്കറി ആവശ്യപ്പെട്ടത് ജോൺ അനുസ്മരണം ആണ്, ജോണിനെ ഓർക്കുന്ന കാര്യം ഓർത്തുകൊണ്ട് സംസാരിക്കണമെന്നാണ്. എനിക്ക് ജോണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് വളരെ ചെറിയ പരിചയം. എനിക്ക് ജോണിനെ അറിയാവുന്നത് പോലെ ജോണിന് തന്നെ അറിഞ്ഞൂടാന്നുള്ളത് തന്നെയാണ്. അത്രയും അകന്ന ഒരു ബന്ധമായിരുന്നു. എന്നാൽ പ്രായത്തിൻ്റെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് 18-20 വയസ്സേ ഉള്ളൂ ജോണിനെ കാണുന്നു. ജോൺ അന്ന് അറിയാൻ്റെ ഈ പശ്ചാത്തല പ്രവർത്തനങ്ങളായിട്ട് രവീന്ദ്രൻ മാഷിന് ഓർമ്മ കാണും. കേരളം മുഴുവൻ സഞ്ചരിച്ച കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ വരികയും അന്ന് ഞങ്ങളുടെ അധ്യാപകരായിരുന്ന നരേന്ദ്രപ്രസാദ്, വിനയചന്ദ്രൻ, JP ശിവകുമാർ, ഇവർ 3 പേരും ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടു. ജോണും രവീന്ദ്രൻ മാഷ് ഒരു സംഘവും വരുന്നുണ്ട്. അവർ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം, സംസാരിക്കും. മാത്രം നമ്മൾ ആളുകളെ കൂട്ടുക, പൈസ വിധിക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഉണ്ടാക്കാനായിട്ട് ജനകീയ സിനിമ നിർമ്മാണ സങ്കല്പത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെ വിനയേന്ദ്രൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ച് ഏതാനും മണിക്കൂറുകൾക്കകം ജോൺ രവീന്ദ്രൻ മാഷ് കൂടെ വരികയും അന്ന് രവീന്ദ്രൻ മാഷിൻ്റെ മിലിറ്ററി ഗ്രീൻ വേഷമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ജോണിൻ്റെ പതിവ് നോട്ടിയായിട്ടുള്ള സ്വഭാവത്തിൽ സംസാരിക്കുകയും ലേഡീസ് എഡിഷന് മുന്നിൽ വെച്ചിട്ട് വളരെ പ്രകോപനപരമായ ചില ചോദ്യങ്ങൾ ഖാജി എന്ന് പറയുന്ന വിദ്യാർത്ഥി ചോദിക്കുകയും മനോഹരമായ വളരെ ഗ്രേസ്ഫുള്ളായ പ്രതിപ്രകോപനത്തോടു കൂടി തന്നെ ജോണിന് മറുപടി പറയുകയും അതുകഴിഞ്ഞ് ഞങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ട് ചായഷാപ്പിൽ പോവുകയും ഞങ്ങളതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നിമിഷമായിട്ട് അതിനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തത് കേരളത്തിൽ അക്കാലത്ത് എല്ലാ പുതു യുവാക്കളെയും പോലെ ജോൺ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മനോഭാവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ ഒരു ബിംബമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ജോണിൻ്റെ മരണവാർത്ത ആ കോളേജിൻ്റെ ഞങ്ങൾ സ്ഥിരീകരിക്കാറുള്ള പടിയിൽ നിന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം പരിചയം മാത്രം, ഒരു ദിവസം പരിചയമല്ല. പിന്നെ ഞാൻ ജോണിനെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാനും വാൾട്ടർ ഡിക്രൂസ് നടന്ന പിൽക്കാലത്ത് PRD ഉദ്യോഗസ്ഥൻ എന്ന ഞാനും വാൾട്ടർ ഡിക്രൂസും കൂടെ ഞങ്ങളുടെ പക്ഷിക്കുട്ടം എന്ന് പറഞ്ഞ മാസികയ്ക്ക് വേണ്ടിയിട്ട് ജോണിനെ ഇൻ്റർവ്യൂ ചെയ്തത് അമ്മേരയുടെ ഡബ്ബിങ് നടക്കുമ്പോൾ പിൽക്കാലത്ത് ഞാൻ ഒരുപാട് പെരുമാറിയിട്ടുള്ള ഡബ്ബിങ് സ്റ്റുഡിയോയിൽ രാത്രി കിടക്കുന്ന ഡബ്ബിങ് സ്റ്റുഡിയോ സൈഡിൽ ടേബിളിലാണ് ജോൺ കിടക്കുന്നത്. രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ 7 മണിക്ക് ചിലപ്പോൾ അവിടെ വന്നിരുന്നത് കണ്ണു തിരുമ്പിന്നാണ് എനിക്ക് ഇൻ്റർവ്യൂ തരുന്നത് ജോൺ. ഞാനും വാൾട്ടറും കൂടെ പോകുന്നു. അപ്പോൾ അപ്പോഴും ഞങ്ങൾ ആരാണെന്നോ ഞങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയേണ്ടി വന്നിട്ടില്ല. ഒരുപക്ഷെ ജോൺ കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ ജോണിൻ്റെ യുവ സുഹൃത്തുക്കളായി ഞങ്ങൾ മാറുമായിരുന്നിരിക്കാം. പക്ഷേ ആ ഡബിൽ അന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് ഏതാനും മാസങ്ങൾക്ക് ജോൺ പോയി. ജോൺ പോകുന്ന നിമിഷം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ 114 എന്ന് പറയുന്ന വലിയ ഹോളുണ്ട്, വളരെ പ്രശസ്ത. ആ ഹോളിൻ്റെ സൈഡിൽ ഞാനും വാൾട്ടറും കൂടി ഇരുന്ന് മണിക്കൂറോളം കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല അന്നിറങ്ങി ആ ആഴ്ച ഇറങ്ങിയ ഫിലിം മാഗസീനുകൾ മുഴുവനും ഇപ്പോഴും കാണാപ്പാടാണ്. അതിൽ ഓരോ വരിയും ഓരോ ചിത്രവും ജോണിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കാർണിവലായിരുന്നു ഫിലിം മാഗസീൻ്റെ കാര്യത്തിലൊക്കെ. ഒരുപക്ഷെ അത്രയും ഒരു 70കളിലെ നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. ഈ 70കളുടെ രാഷ്ട്രീയവും കാൽപ്പനികവും ഒക്കെ ആയിട്ടുള്ള വലിയ ലോകത്തിൻ്റെ നെറ്റ്വർക്കിങ്ങിൻ്റെ നടുക്കുണ്ടായിരുന്ന ഒരു വലിയ ഒരു പച്ച, എപ്പോഴും പച്ചപ്പുള്ള, എപ്പോഴും തളിരുകളുള്ള ഒരു കാൽപ്പനിക വൃക്ഷം പോലത്തെ ഒരു ബിംബമായിരുന്നു ജോൺ എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ജോണിൻ്റെ സിനിമകൾക്ക് പോലും അത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സിനിമകൾ പിൽക്കാലത്ത് വളരെ ഡിറ്റാച്ചായിട്ട് കണ്ടു നോക്കുമ്പോൾ ആ മനുഷ്യനെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അത്രയും ഇല്ല എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴത്തെ
അന്നത്തെ പുതുതലമുറയ്ക്കാണ് ജോണിൻ്റെ പെട്ടെന്നുള്ള മരണം ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് എനിക്ക് ഓർക്കാനുള്ളത്, പക്ഷേ ഇവിടെ ആരും പറയാൻ ഒരുപക്ഷെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, ഗോപാലകൃഷ്ണൻ്റെ ഓർമ്മ കാണും, കെ വേലപ്പനെ കുറിച്ചാണ്. വേലപ്പൻ നമ്മളോട് കൂടിയില്ല. ജോൺ മരിക്കുന്നതിന് മുമ്പേ തന്നെ വേലപ്പൻ മരിച്ചു. വേലപ്പൻ ഒരു ജോണുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയ പ്രതിബദ്ധതയും സാമൂഹ്യ ബോധവും ആത്മീയ ബോധവും ഒക്കെയുള്ള സിനിമ എന്നുള്ള മാധ്യമത്തെ വലിയൊരു ആത്മീയവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവരക്തമായി കണ്ട് ജീവിച്ച വലിയ ആസ്മ രോഗിയായിരുന്നു. ആസ്മ മാറണം, ഈ സിനിമ കാണണമെന്ന് പറയുന്ന ആളായിരുന്നു വേലപ്പൻ. വേലപ്പനാണ് ഞങ്ങളുടെ മാസികയിൽ, പക്ഷിക്കൂട്ടം എന്ന് പറഞ്ഞ ഞങ്ങളുടെ മാസികയുടെ അവസാന തിലക്കം. ഞങ്ങൾക്ക് അവസാന തിലക്കമായിട്ടല്ല ഇറക്കിയെങ്കിൽ അവസാന തിലക്കമായി കലാശിച്ച ലക്കത്തിൽ അമ്മേറിയാനെ കുറിച്ചുള്ള വിശദമായ ഒരു ആർട്ടിക്കിള് വേലപ്പൻ എഴുതിയിട്ടുണ്ട്. അമ്മേറിയാനെ കുറിച്ച് പിൽക്കാലത്ത് വന്നിട്ടുള്ള കളക്ഷൻസിൽ ആ ലേഖനങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അമ്മേറിയാനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ലേഖനങ്ങളൊന്നായിരിക്കണം വേലപ്പൻ എഴുതിയിട്ടുള്ള അന്നത്തെ ലേഖനം. കാര്യം അമ്മേറിയാനെ അക്കാലത്ത് ഞങ്ങൾ ചെറുപ്പക്കാരെ പലരും വിമർശിച്ചിരുന്ന സിനിമയും കൂടെയാണ്. ഞങ്ങളുടെ വിമർശനങ്ങളെല്ലാം അഭിസംബോധന ചെയ്തിരുന്ന സിനിമയുടെ നാരേറ്റീവ് ടെക്നിക്കുകളെ കുറിച്ച് നിങ്ങളുടെ ഭാഷകൾ വിടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു എഴുത്തായിരുന്നു വേലപ്പൻ എഴുതിയിരുന്നത്. വേലപ്പൻ അധികം താമസിയാതെ വേലപ്പൻ മരിച്ചു. എനിക്കൊന്ന് ജോൺ മരിക്കുന്ന അതേ സമയത്ത് തൊട്ട് ശേഷമാണ് ഞാൻ വേലപ്പനും കൂടെ ഓർക്കുകയാണ് ഈ നിമിഷത്തിൽ. അത് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ജോൺ അബ്രഹാമിൻ്റെ കഥകൾ ഞങ്ങൾ പക്ഷിക്കൂട്ടം ബുക്സാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ജോണിൻ്റെ കഥകൾ തിരക്കി ഞങ്ങൾ നടക്കാത്ത സ്ഥലങ്ങൾ ഞങ്ങൾ മാത്രമല്ല, ഇന്നും മറ്റൊരു നമ്മളോട് ഇപ്പോൾ ഇല്ലാത്ത മറ്റൊരാൾ ഡോക്ടർ DC ഹാരിസാണ്. ഹാരിസും ഞങ്ങളോടൊപ്പം ഈ കഥകൾ തപ്പാനായിട്ട് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഗബ്രിയേൽ മാലാഖ മരിച്ചതെങ്ങനെയെന്നൊരു കഥ ജോൺ എഴുതിയിട്ടുണ്ടെന്നും ആ കഥ ബോധി എന്ന് പറഞ്ഞ ജേർണലിൽ വന്നിട്ടുണ്ടെന്നും ഉള്ള സൂചനയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നൊന്നര വർഷം തപ്പി നടന്നിട്ടുണ്ട്. പക്ഷേ ആ കഥ കിട്ടിയിട്ടില്ല, ഇന്നും ആ കഥ കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് DC ആ പുസ്തകം റിലീസ് ചെയ്തപ്പോൾ പെസാറോ യാത്ര എന്ന് പറയുന്ന യാത്രാ അനുഭവ കഥയും കൂടെ ചേർത്തതല്ലാതെ ഈ കഥ എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ കഥയുടെ കണ്ടന്റ് ഞങ്ങൾക്ക് NRS ബാബു സാർ പറഞ്ഞത് പോപ്പ് കോട്ടയത്ത് വന്നപ്പം ക്രിസ്ത്യാനികളെ കളിയാക്കി എഴുതിയ കഥയാണെന്ന് പറഞ്ഞിട്ട് ഗബ്രിയേൽ മാലാഖ മരിച്ചതെങ്ങനെയെന്ന കഥയുടെ കഥ ഞാനിതൊരു സമയപരിധിയിലൂടെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ചില കഥകൾ കിട്ടാത്തതുണ്ട്. പക്ഷേ ഈ കഥകൾ തപ്പി നടക്കുന്ന കൂട്ടത്തിലാണ് ജോണിൻ്റെ ഒരു ഭൂതകാലത്തെക്കുറിച്ചും ജോണിൻ്റെ ചെറുപ്പത്തെക്കുറിച്ചും ജോണിൻ്റെ സഹോദരിമാരെ കാണാനും ആ ജോണിൻ്റെ കോട്ടയം കുട്ടനാട് പ്രദേശങ്ങളിലുള്ള ജോണിൻ്റെ ഒരു ക്രിസ്തീയ കാർഷിക കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലവും എത്ര കുടുംബസ്ഥനായി ജനിച്ച് വളർന്ന് ജീവിച്ച ഒരാളായിരുന്നു ജോൺ. അതിനൊരു വലിയ ബൊഹീമിയൻ ഒരു ഇമേജിലേക്ക് ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ മാറുന്നതിൻ്റെ ഒരു വലിയ അനുഭവം ആ പുസ്തകത്തിന് കഥകൾ തപ്പി നടന്ന കാലത്ത്. അങ്ങനെ ഞങ്ങളുടെ തലമുറ ജോണിനെ രണ്ടാമത് വായിച്ചെടുത്തത് അങ്ങനെയാണ്. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ജോണാണ്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നില്ല, കാര്യം നമ്മൾ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഇത്രയുമാണ് എനിക്ക് ജോൺ ഓർമ്മ എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. ഈ ഒഡേസയിൽ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കുന്നത് ശരിയല്ല. കൃഷ്ണകുമാറും ജോജിയും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ കോളേജ് ജീവിതകാലത്ത് അതാണ് ഈ ഒഡേസ കാണിച്ച സിനിമ മാത്രമായിരുന്നു. ഒഡേസ കേരളത്തിൽ പ്രത്യേകതരം മാനസികാവസ്ഥ ഒരുപാട് മനുഷ്യർ തമ്മിൽ ബന്ധപ്പെടുത്തിയിരുന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ ഒഡേസയാണ് കൃഷ്ണകുമാറിനെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നതും ജോജിയെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നതും. കൃഷ്ണകുമാർ ആദ്യം വരുന്നു, കൃഷ്ണകുമാറിൻ്റെ കെയർ ഓഫിൽ ജോജി വരുന്നു. അങ്ങനെ ഈ 2-3 തലമുറകളുടെ നെറ്റ്വർക്ക് ഒഡേസ വഴി. ഒഡേസയുടെ സിനിമകളിൽ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള കുണ്ടുകാട് കോളനിയിൽ മുരളി ഇനിഷ്യേറ്റീവ് എടുത്ത് കാണിക്കുകയും അവിടെ പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് വേറെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ അകത്ത് ഈ ഒഡേസയും വടക്കൻ കേരളവും വരുന്നത് കൃഷ്ണകുമാറും ജോജിയും വഴിയാണ്. രണ്ടുപേരും തെക്കരാണെന്നാണ് സത്യം. പക്ഷെ ഞങ്ങളതിനാണ് അമ്മതിനെ കുറിച്ച് കേൾക്കുന്നത്. അമ്മതിൻ്റെ ഓവർബ്രിഡ്ജിൻ്റെ താഴെയുള്ള മുറിയിൽ ഞങ്ങൾ പോണത് അങ്ങനെയാണ്. ഇന്ന് ജോജി ഉണ്ടായിരുന്നു നോക്കാൻ. കൃഷ്ണകുമാർ അക്കാലത്ത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊരാളാണ്. കൃഷ്ണകുമാറിൻ്റെ കത്തുകൾ വരുന്ന എൻ്റെ അഡ്രസ്സിലാണ്. ഇപ്പോഴും കൃഷ്ണകുമാറിൻ്റെ കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒഡേസ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തെ കൂടെ നിർണയിച്ചിരുന്നു എന്നുള്ളത് ഒഡേസയുടെ ശരീരവും മനസ്സുമായിരുന്ന നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ ഒരു ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ഏറ്റുവാങ്ങി അടയാളപ്പെടുത്തുന്നതിനായി ശ്രീ ബിജുവിനെയും നൽകുന്നതിനായി ശ്രീ അൻവൽ അലിയോടും അഭ്യർത്ഥിക്കുന്നു.
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം വിശദമായിട്ട് പല സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി. വളരെ വർഷങ്ങൾക്ക് ശേഷം പല സുഹൃത്തുക്കളെയും കാണാൻ സംസാരിക്കാൻ ഇത് നല്ലൊരു അവസരമായി. പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു പ്രതിഭയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ മൊമെൻ്റ് സമർപ്പിക്കുകയാണ്. ഡോക്ടർ PSC ഹാരിസ്. അദ്ദേഹം വളരെ അക്കാഡമിക്കായിട്ടും ദേശീയമായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇവിടെ ശരിക്കും പ്രതിഫലിക്കും. അടുത്ത ഭാഷണത്തിനായി പ്രൊഫസർ രഘുനാഥ് സാറിനെ ക്ഷണിക്കാം. ക്ഷമിക്കണം, ഗോപിനാഥൻ സാറിനെ. സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇനിയും വിശദമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഒരു തരത്തിൽ സ്കറിയ ഈ പരിപാടി ആദ്യം ആലോചിച്ചിരുന്നത് നവംബർ അവസാനം ഉള്ളൊരു ഡേറ്റിലായിരുന്നു എന്നെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ സ്കറിയോട് പറഞ്ഞ മിക്കവാറും ആളുകളൊക്കെ ഗോവ ഫിലിം ഫെസ്റ്റിവലിലായിരിക്കും, അതുകൊണ്ട് കുറച്ചും കൂടെ ഡേറ്റ് മാറ്റുന്നത് നന്നായിരിക്കും എന്നുള്ള സജഷൻ പറഞ്ഞു. അതിന് ചെറിയൊരു സ്വകാര്യമായിട്ടുള്ള താല്പര്യം കൂടി ഉണ്ടായിരുന്നു. അത് എനിക്കിതിൽ പങ്കെടുക്കണം എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരുന്നു. അതുകൂടെ സംസാരിക്കണം അല്ലെങ്കിൽ പ്രസംഗിക്കണം എന്നുള്ള താല്പര്യമല്ല. ഒരു അദൃശ്യമായിട്ടൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ, ഈ അന്തരീക്ഷത്തിൽ. നമ്മൾ ജീവിച്ച് തീർത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിന്, എൻ്റെയൊക്കെ ചെറുപ്പകാലം വളരെ സജീവവും ഒരു പ്രത്യേക രീതിയിൽ ഭ്രാന്ത് പിടിച്ചതുമായ ഒരു കാലഘട്ടത്തിലെ ജീവിതം, അതിൻ്റെയൊക്കെ കേന്ദ്രമായി നിന്നിരുന്ന ചില വ്യക്തികളിൽ ഒരാളാണ് ജോൺ എബ്രഹാം. അങ്ങനെയുള്ള ജോൺ എബ്രഹാമിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹവുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആളുകൾ ധാരാളം ഇവിടെ വരും. ഉദാഹരണമായിട്ട് ശോഭീന്ദ്രൻ ഞാനും സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1980 ആദ്യം 5 ആഴ്ചക്കാലത്ത് നാടകത്തിൻ്റെ റിഫ്രഷർ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. മൊഗേരി ഉണ്ടായിരുന്നു, വിനേന്ദ്രൻ ഉണ്ടായിരുന്നു, തമ്പി ഉണ്ടായിരുന്നു, വലിയൊരു സംഘം ഉണ്ടായിരുന്നു. ശോഭീന്ദ്രനെ കണ്ടിട്ട് വർഷങ്ങളായി, ദശകങ്ങളായി എന്നായിരുന്നു വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ. അപ്പം ഇത്രയും ആളുകൾ, ഇത്രയും സൗഹൃദങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ ഇങ്ങനെ ദിനം പ്രതി കാണാതെ അല്ലെങ്കിൽ വല്ലപ്പോഴും പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ മങ്ങാൻ തുടങ്ങിയ കുറേ ആളുകളെയും സൗഹൃദങ്ങളെയും അതിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ധ്യാനാത്മകമായിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ എന്നതായിരുന്നു എൻ്റെ സ്വകാര്യ താല്പര്യം. സ്കറിയയോട് ആ ദിവസം മാറ്റി ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് സ്കറിയ, അതിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ജോൺ എബ്രഹാമുമായി പറഞ്ഞതുപോലെ ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ അനവധി ഓർമ്മകളും സന്ദർഭങ്ങളും ഉണ്ടാവും. ഒരൊറ്റ സന്ദർഭം മാത്രം, എൻ്റെ ജോലി നഷ്ടപ്പെടാതെ ഞാൻ ജീവിതത്തിൽ പിടിച്ചു നിന്ന സന്ദർഭം മാത്രം ഓർത്തുകൊണ്ട് എന്ന് പറയാം. 80 ഞാൻ കേരളഭൂമിയിൽ 82 ജോലിക്ക് ചേർന്നത്, ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ട്. ജോൺ ഒരു പതിവ് പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ കോളേജിൽ കാലത്തെത്തുന്നു. എന്നെ പിടിച്ച്, ഞാൻ ക്ലാസ്സിലേക്ക് പോകാനിങ്ങനെ എന്താ പറയുക, സമരസന്നദ്ധനായി. കാരണം ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. ആദ്യത്തെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു സംഘർഷമൊക്കെ ഉള്ളതാകുമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. എന്നെ വലിച്ചിറക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ജോൺ പറയുന്നത്, നീ ക്ലാസ് എടുക്കണ്ട, ഞാനിന്ന് ക്ലാസ് എടുക്കാം, എല്ലാവരും ഒരു ഉറുപ്പിക എനിക്ക് തന്നാൽ മതി. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വല്ലാതെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിച്ചു. ജോണിനെയും കൂട്ടി AK ആന്റണി അടച്ചുപൂട്ടിയ ഒരു സാംസ്കാരിക കേന്ദ്രം പടിഞ്ഞാറക്കോട്ടയിലുണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾ യാത്രയായി. അല്ലെങ്കിൽ 2 കാര്യമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ജോൺ ക്ലാസ് എടുത്താൽ ഒന്നുകിൽ എൻ്റെ ജോലി തെറിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തൊട്ട് കുട്ടികൾ എൻ്റെ ക്ലാസ് വേണ്ട എന്ന് പറയും, ജോണിൻ്റെ ക്ലാസ് മതി എന്ന് പറയും.
അപ്പോൾ ഈ രണ്ട് റിസ്കിനും എടുക്കുന്നേക്കാൾ നല്ലത് ഇതാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് മൂവ് ചെയ്യാനുണ്ടായിട്ട് ഇതിങ്ങനെ പല സന്ദർഭങ്ങൾ. പിന്നീട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ അനവധിയുണ്ട്. കേരളത്തിൻ്റെ, ഞാനിത് വളരെ ഗൗരവമായിട്ട് പറയുക സ്കറിയോട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തീമും അതാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ സിനിമയുടെ എന്ന് പറയുന്ന ലഘുവായ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, ഒരു സാംസ്കാരിക ചരിത്രത്തിൻ്റെ വലിയ ഒരു സംഭവമാണ്. ഇത് രേഖപ്പെടുത്തേണ്ടതാണ്. ഓറൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട്, വായ്മൊഴി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ജനത, സമൂഹം എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ പെരുമാറി എന്നതിൻ്റെ ഒരു 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 ഐക്കോണിക് ആയിട്ടുള്ള പൊസിഷനിൽ ജോണെ നമ്മൾ കണ്ടാൽ മതി. പക്ഷേ ജോണിനോളമോ അല്ലെങ്കിൽ ജോണിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ ജോണിനേക്കാളും തീക്ഷ്ണമായിട്ടുള്ള ജീവിതം ജീവിച്ചിട്ടുള്ള അനവധി ആളുകൾ ആ കാലഘട്ടത്തിലുണ്ട്. അവരെ ശേഖരിക്കണം, അവരുടെ ഓർമ്മകൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വലിയ ഒരു കാര്യമാണ് ഇവിടെ മീറ്റിങ്ങിൻ്റെ ആദ്യമായിട്ട് സൂചിപ്പിച്ചത് ചെയ്യണം. ശോഭീന്ദ്രൻ്റെ പോലെ തന്നെയുള്ള അത്ഭുതകരമായിട്ടുള്ള പുസ്തകങ്ങളും ചരിത്രങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കാം. അങ്ങനെ ജോസ് ചിറമലിൻ്റെ കാര്യം എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രത്തോളം വ്യാപകമല്ലെങ്കിലും ഒട്ടും തീരെ കുറവല്ലാത്ത വ്യത്യസ്തമായ രീതിയിൽ നാടകരംഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ആളാണ് ജോസ് ചിറമൽ. ഞങ്ങൾ ഒന്നിച്ചാണ് അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. ആ ജോസിൻ്റെ ഓർമ്മകളും ഇതുപോലെ ഞങ്ങൾ പെറുക്കിക്കൂട്ടി തൃശ്ശൂരിൽ ഒരുപാട് പ്രവർത്തകർ ചേർന്നൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗം നാം വിട്ടുകൊടുക്കരുത്, തമസ്കരിക്കപ്പെടാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള ഞാനിപ്പോൾ പറഞ്ഞ ഓർമ്മ, അൻവർ പറഞ്ഞ ഓർമ്മ, അങ്ങനെ പല തലമുറകളിൽ പല തലത്തിൽ ഉള്ള ഓർമ്മകൾ ഉണ്ടാകും. ഇത് കേവലം ഓർമ്മകളോ നമുക്ക് സ്വകാര്യമായിട്ട് അഭിരമിക്കാനുള്ളതോ അല്ല. ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചു, ഒരു സമൂഹം എങ്ങനെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു എന്നുള്ളതിൻ്റെ ബദൽ മാർഗങ്ങളുടെ ഒരു ചരിത്രരേഖയാണ് പ്രത്യേകിച്ചും സിനിമയിൽ. സിനിമ എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള പിടിയുള്ളൊരു കലാരൂപമാണ്. ആ കലാരംഗത്താണ്, കലാമേഖലയിലാണ് ജോണിൻ്റെ കലാപം എന്ന് പറയുന്നത്. ആ കലാപത്തെ അടയാളപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്, അത്യാവശ്യമാണ്. മലയാളത്തിൽ ആദ്യം ഉണ്ടാക്കുകയും അതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ലോക സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജോണിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ചരിത്ര മുഹൂർത്തം നാം കൊണ്ടുവരണം, അടയാളപ്പെടുത്തണം എന്നാണ്. അതിന് ഞാൻ എൻ്റേതായിട്ടുള്ള കഴിയുന്ന സഹായവും സഹകരണങ്ങളും ഉണ്ടാവും എന്നും ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്തരമൊരു സന്ദർഭം ഉണ്ടായതിൽ സ്കറിയോടും കൂടെ നിന്ന ആളുകളോടും അതുപോലെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ആ മുഹൂർത്തങ്ങളോട് ഒരിക്കൽ കൂടെ മനസ്സുകൊണ്ടെങ്കിലും തിരിച്ചു നടക്കാൻ സാധിച്ചതിലും വലിയ കൃതാർത്ഥത പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മോട്ടോർസൈക്കിൾ ഡയറീസ് എന്ന ജോണിനൊപ്പം എന്ന ഈ പുസ്തകം രൂപപ്പെട്ടു വന്നതിനെ പറ്റിയിട്ട് ശോഭിത മാഷോടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയപരിമിതി മൂലം ഈ ഒരു അവസരത്തിൽ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഏതായാലും അമ്മയറിയാൻ കളക്റ്റീവ് എന്ന ഒരു മൂവ്മെൻറ്റ് ഈ ഒരു പരിപാടിയിലൂടെ 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള വളരെ സജീവവും ചലനാത്മകവുമായ കാലഘട്ടത്തെ മനോഹരമായ ഒരു ഓർമ്മയാക്കി മാറ്റിയ ഈ നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മാത്രമാണ് എനിക്കിവിടെ രേഖപ്പെടുത്താനുള്ളത്. ഇങ്ങനെയൊരു പരിപാടി, ഈ ഒരു പുസ്തകം ഇങ്ങനെയൊരു വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടതിലുള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു. കാരണം കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തിൽ ജോണിനൊപ്പമോ അല്ലെങ്കിൽ കൊട്ടേസിക്കൊപ്പമോ ഒന്നും ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. ജോണിനെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ജോണിനെ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
കെട്ടുകഥകളിലൂടെ ജോണിനെ ഒരു മിത്താക്കി മാറ്റിയതിൻ്റെ ഒരുപാട് കഥകളും കേട്ടിട്ടുണ്ട്. കേട്ട കഥകൾക്കപ്പുറത്ത് ജോണിൽ ഉള്ള മനുഷ്യനെ, വ്യക്തിയെ, പ്രതിഭയെ, അസാധാരണമായ ആ വ്യക്തിത്വത്തെ ഏറ്റവും അടുത്തറിയാൻ എനിക്ക് സാധിച്ചത് ശോഭീന്ദ്രൻ മാഷുടെ പറഞ്ഞു തന്ന ഓർമ്മകളിലൂടെയാണ്. ഏതായാലും ഈ പുസ്തകം കുറേ ആളുകൾക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് തോമസ് മാത്യുവും അതുപോലെ തന്നെ ബിജു കായംകുളവും അമ്മയറിയാൻ്റെ സജീവ പ്രവർത്തകരൊക്കെയാണ്. ഏതായാലും ഒരുപാട് ഓർമ്മകൾ, ശോഭീന്ദ്രൻ മാഷിൽ നിന്ന് കേട്ട ഓർമ്മകൾ പോലെ തന്നെ വളരെ വിലപ്പെട്ട ഒരുപാട് ഓർമ്മകൾ പലരും ഇവിടെ പങ്കുവച്ചു. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ചരിത്രം, ജോണിലൂടെയുള്ള ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലും ഒരു കാലഘട്ടമായി ചരിത്രമായിട്ട് ജോൺ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഒഡേസയുടെ ചരിത്രത്തെയും അതുപോലെ തന്നെ ഫിലിം സൊസൈറ്റികളുടെ ഒരു സമാന്തരമായ ഭൂതകാലത്തെയും അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വരും കാലങ്ങളിൽ ഏതെങ്കിലും ഒരാളുകളുടെ ഇങ്ങനെയുള്ള ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ മീറ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒഡേസയുടെ ഒരു എല്ലാ അർത്ഥത്തിലും ഒപ്പം സഞ്ചരിക്കുകയും എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്ത പ്രശസ്ത സംവിധായകനായിരുന്നു ചലം. മാംഗ്ലൂരിയായ അദ്ദേഹം നിരന്തരം ഒഡേസയുടെ പല പരിപാടികളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി കൽപ്പന ചക്രവർത്തി ഈ പരിപാടിയെക്കുറിച്ച് സ്കറിയ മാത്യു ബന്ധപ്പെട്ടപ്പോൾ അവർ നമുക്കൊരു സന്ദേശം അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാനിന്ന് നിങ്ങളുടെ അറിവിലേക്ക് വായിക്കുകയാണ്. ഇത് മൊബൈലിൽ നിന്ന് പകർത്തിയെടുത്തതാണ്, അതുകൊണ്ട് ചില തെറ്റുകളൊക്കെ സംഭവിക്കാം, ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. I feel very honored and privileged, invited to be a part of the book release in the memory of John Abraham. Though I cannot deserving it, for neither did I have the good fortune of knowing John Abraham, nor have any claims to have been part of Odessa's journeys, for playing to know all of its struggles, and of what little I know, it has been through claim my late partner who held John in great esteem for spreading unknown path and who deeply believed in Odessa's dream and was part of it. And through friends such as Ahmad, Bengidi, Scaria, Biju to name a few. But what I can say with certainty is that Odessa has been an important institution. Its time built and sustained for many years by committed and passionate individuals who sought to create a public culture of appreciating good cinema by searching them all over Kerala, who saw cinema not as an individual achievement but a collective process that would reflect who concerns of our society and forms for engaging in debate and discussions on cinema with the larger public. It has indeed been a movement for and important contributions.